നമുക്ക് വചനത്തിലേക്ക് പോകാം. നാം വായിച്ചു വരുന്ന വേദഭാഗത്തിൽ നിന്നാണല്ലോ അതിൽ ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. വളരെ ശാന്തമായും ഒക്കെ നമുക്ക് ഈ വചനം പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 3-5 വാക്യം 10 വാക്യമാണ് നാം വായിച്ച് കൊണ്ടേയിരിക്കുന്നത്. അല്ലേ, അപ്പോൾ യഹോവ മോശയോട് ഇങ്ങോട്ട് അടുക്കരുതേ എന്ന് പറഞ്ഞു. 10 വാക്യത്തിൽ ആകയാൽ വരിക. ഈ 2 വാക്യങ്ങളുടെ ഇടയിൽ ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിപ്പാനുള്ളത് എന്നുള്ള ഒരു ചിന്തയാണ്. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ്, വിടുതൽ ഇത്യാദി വിഷയങ്ങളല്ല എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഈ ഭാഗത്തു നിന്നുകൊണ്ട് ഈ സഭയോട് സംസാരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന സന്ദേശം, ദൈവം നമ്മെ തടയുമ്പോൾ, ദൈവം നമുക്കൊരു ഗോഡ് ആസ്ക്സ് ടു പോസ് ഫോർ എ മോമെൻറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള സന്ദേശങ്ങളുണ്ട്. ദൈവ ആലോചന കൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നാം പ്രാപിക്കണം, ആലോചനയ്ക്ക് ചെവി കൊടുക്കണം, ആലോചന സഭയിൽ നിൽക്കണം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് അടുത്ത ചുവടുകൾ വെക്കാവൂ. നാം ഇന്നലെ രാവിലെയും വൈകിട്ടുമായി ചില ചിതറിയ ചിന്തകൾ നാം ചിന്തിച്ച 1-2 ചിന്തകൾ ഇതായിരുന്നു. ദൈവം നമ്മെ തടയുന്നു, ദൈവം നമ്മോട് സംസാരിപ്പാനാണ്. ഒന്നാമത് മോശ ഈ വലിയ കാഴ്ച, മോശ കണ്ട വലിയ കാഴ്ച, കത്തുന്ന മുൾപ്പടർപ്പ് വെന്തു പോകാത്തത് കൊടുത്ത് ദൈവം കത്തിച്ചതാണെന്നും മുള്ളിന് ശോഭ കൊടുക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ഒരു വെളിപ്പാട് മോശയ്ക്ക് ലഭിക്കണം. ഗോഡ് ഈസ് അബ്സല്യൂട്ട്ലി ഏബിൾ ടു ഗിവ് ഗ്ലോറി ഫോർ എവരി തോൺ, എവരി പെയിൻ ഓർ എവരി ചെയിൻ ഇൻ അവർ ലൈഫ്. അതിന് ദൈവം വലിയവനാണ്. അപ്പോൾ തന്നെ രണ്ടാമത് നാം ചിന്തിച്ചത് ഇത് വിശുദ്ധ സ്ഥലമാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം, ദൈവത്തിൻ്റെ തേജസ്സുള്ള സ്ഥലം, വിശുദ്ധ സ്ഥലമായതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം വളരുവാനാണ് നാം ഉത്സാഹിക്കേണ്ടത്. ഇത്യാദി 2 ചിന്തകൾ മാത്രമാണ് നാം ഇന്നലെ രാവിലെയും വൈകിട്ടുമായി ചിന്തിച്ചത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന മറ്റൊരു ചിന്ത, സ്തോത്രം ഹല്ലേലൂയ, അതിൻ്റെ അടുത്ത ഭാഗമാണ് 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഒന്നും കൂടെ വായിച്ചാട്ടെ. പുറപ്പാട് 3:5. മതി, സ്തോത്രം. ആ ഭാഗമാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. റിമൂവ് യുവർ സാൻഡൽസ് ഫ്രം യുവർ ഫീറ്റ്. കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് മാറ്റുക. ഇന്ത്യൻ കോൺസെപ്റ്റ്, ഏഷ്യൻ കോൺസെപ്റ്റൊക്കെ അനുസരിച്ച് നാം ഒരു വീടുകളിലേക്കൊക്കെ ചെന്ന് കയറുമ്പോൾ ചെരുപ്പ് ഊരി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സ്തോത്രം. അമേരിക്കയിൽ അതില്ല. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യും? ചെരുപ്പ് ഊരി വെക്കാറുണ്ട്. നടന്നു വന്ന വഴികളിലെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം ഒക്കെ കിട്ടണം, നമ്മൾ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ. എന്നാൽ നടന്നു വന്ന വഴികളിൽ എന്തോ പോരായ്മയുണ്ടെന്ന് ബോധ്യമുള്ളവർ മാത്രമാണ്. സോ ചിൽഡ്രൻ ആർ ദേർ, എവരിബഡി അണ്ടർസ്റ്റാൻഡ് മലയാളം? വളരെ ഓക്കെ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, നോട്ട് റൈസ് യുവർ വോയിസ് ബട്ട് റൈസ് യുവർ ഹാൻഡ്. ആർ യു വിത്ത് മീ? ഗോഡ് ബ്ലസ് യു. അപ്പം ഇന്ന് രാവിലെ അല്ലേ, അപ്പം ഈ മോശ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഇത് വിശുദ്ധ സ്ഥലമാണ്, നീ കണ്ട കാഴ്ചയൊക്കെ വലുതാണ്, ഞാൻ വലിയവനായ ദൈവമാണ്. മോശയ്ക്ക് കിട്ടുന്ന വെളിപ്പാട്, റെവലേഷനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി 80-ാമത്തെ വയസ്സിൽ ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, എങ്ങനെയായിരിക്കണം ജനത്തെ നയിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ എങ്ങനെയായിരിക്കണം? നിങ്ങൾക്കറിയാം, മോശയുടെ പഴയ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് അറിയാം, ഹിസ്റ്ററി നിങ്ങൾ വെൽ വേഴ്സ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. അപ്പം മോശയോട് പറയുന്നു, ദൈവം ആവശ്യപ്പെടുകയാണോ? ഇനിയാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇനിയും നമ്മൾ വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരെ താമസമെങ്കിൽ ഇന്ന് വൈകിട്ട് നാളെ രാവിലെയൊക്കെ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാനാണ് എനിക്ക് ആത്മാവിൽ നിയോഗമുള്ളത്. ഞാനൊന്ന് സൂചിപ്പിച്ചോളാം. ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ്, ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ്, നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്. ഇത്രയും കാര്യങ്ങൾ മോശ നീ അംഗീകരിച്ചെങ്കിൽ മാത്രമേ വരിക എന്നുള്ള സന്ദേശം കേൾക്കുകയുള്ളൂ. ആ വെളിപ്പാടിലേക്ക് നമുക്ക് പോകണം. സമയം പോലെ, സമയത്തിൻ്റെ പരിമിതി പോലൊക്കെ ചെയ്യും. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് ഒരു അവകാശ കൈമാറ്റമാണ്. ദൈവം മോശയോട് പറയുകയാണ്, നിൻ്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു മാറ്റണം. സ്തോത്രം. ആ കാലങ്ങളിൽ അടിമകൾക്ക് ചെരുപ്പ് ധരിപ്പാൻ അവകാശമില്ലായിരുന്നു. ഹല്ലേലൂയ. ചെരുപ്പ് പലതരത്തിലൊക്കെ ഉണ്ട്. വാറുള്ള ചെരുപ്പുണ്ടായിരുന്നു. യേശു കെട്ടിയ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. യേശുവിൻ്റെ വസ്ത്രം, നിങ്ങളത് തിരിധരിക്കേണ്ട. യോഹന്നാൻ്റെ വിശുദ്ധിയല്ല യേശുവിൻ്റെ വിശുദ്ധി. വിശുദ്ധിക്ക് നമ്മൾ പലപ്പോഴും സ്റ്റാൻഡേർഡ് വെക്കാറുണ്ട്. മലയാളി പെന്തിക്കോസ്തുകാരനൊരു വിശുദ്ധി, സായിപ്പിന് വേറൊരു വിശുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലുള്ളവർ മാത്രമേ എവിടെ പോകത്തുള്ളതെന്നാണ്. എൻ്റെ കൂട്ടത്തിലുണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകത്തുള്ളൂ. സായിപ്പ് വന്നാണ് സുവിശേഷം പറഞ്ഞതെങ്കിലും നമ്മുടെ വിശ്വാസം എന്താണ്? കേരളത്തിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നുള്ളത്. നമുക്ക് അങ്ങനെയൊക്കെ ഇറിറ്റേറ്റാണ്. ഞാൻ ഈ സഭയിലെ പാസ്റ്റാണ്, എനിക്കറിയാം ആൾക്കാർ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ ഇടപാടുകളിലൊക്കെ ജീവിത വിശുദ്ധി എന്ന് പറയുമ്പോൾ പുറമേ ഉണ്ട്, എക്സ്റ്റേണൽ ഹോളിനെസ്സും ഉണ്ട്, ഇൻറ്റേർണലും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ഓഫ് പ്രസൻറ്റിങ് പെർഫെക്റ്റ്ലി ബിഫോർ ഗോഡ്. ദൈവം മുമ്പാകെ മാന്യമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം. വസ്ത്രത്തിൻ്റെ നിറം അവിടെ ബാധകമല്ല. ഞാനിപ്പം രാവിലെ ഇട്ടിരിക്കുന്ന ഒരു വെള്ള ഷർട്ടും പറഞ്ഞാട്ടെ, ഒരു ഗ്രേയോ കറുപ്പ് എന്തും ആയിക്കോട്ടെ, ഒരു പാൻറ്റ് വേണ്ട, ഇത് തിരിച്ചിട്ടാലോ വിശുദ്ധി പോയി. എൻ്റെ കൂട്ടത്തിലുണ്ടേ. സ്തോത്രം ഹല്ലേലൂയ. ഇപ്പം തിരിച്ച് ഞാനൊരു ഹല്ലേലൂയ കറുത്ത ഷർട്ടും വെളുത്ത പാൻറ്റും ഇടുന്നെങ്കിൽ
തമിഴ്നാടിൻ്റെ ഒരു ഫിലിം സ്റ്റാറിൻ്റെയൊക്കെ സ്റ്റൈലായി മാറിപ്പോകും അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു കാഴ്ചപ്പാടുണ്ട്, പാസ്റ്റർ എന്തായിരിക്കണം. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടോ? ഞാൻ നമ്മുടെ ഒരു ഫാമിലി അല്ലേ, വിരോധമൊന്നും ഇല്ലല്ലോ. എന്തായാലും വിരോധം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ അറിയാവുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട്, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ പഴയ യേശുവിൻ്റെ യോഹന്നാൻ്റെ ഒരു തീരുമാനം ഇതായിരുന്നു, ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കത്തില്ല. ഇറച്ചി മീനൊന്നും കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഡംബര ജീവിതമൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ എന്താ പോകുക, പട്ടണത്തിൽ നിന്നാൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മരുഭൂമിയിലേക്ക് പോയിട്ട് അവിടെ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് ഞാൻ ധരിക്കും, ഒരു തോലും കൊണ്ടൊരു വാറുണ്ടാക്കി ഈ വസ്ത്രത്തെ ചുറ്റിക്കെട്ടി വെക്കും, വെട്ടുക്കിളിയും കാട്ടും, അത് കിഴങ്ങായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കസ്റ്റ് എന്തും ആയിക്കൊള്ളട്ടെ, ഒരു ലളിത ജീവിതം ചെയ്യുവാൻ ആര് തീരുമാനിച്ചു? യോഹന്നാൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് അബ്സ്റ്റെയിനിങ് ഫ്രം all the facility and going to the deep of the darkness or the wilderness and enjoy that minimum requirement over there. ഇതായിരുന്നു യോഹന്നാൻ്റെ വിശുദ്ധി. യേശുവിൻ്റെ നേരെ തിരിച്ചായിരുന്നു, എന്ത് കിട്ടിയാലും വാരി വിഴുങ്ങുമായിരുന്നു. കൂട്ടത്തിലുണ്ടേ യേശുവിനെ എന്താ ആൾക്കാർ വിളിച്ചത്? തിന്നിയും കുടിയനുമായ മനുഷ്യൻ. യേശു എവിടെ ഡിന്നറിന് വിളിച്ചാലും, അത് പരീശനാണേലും ശാസ്ത്രിയാണേലും ചുങ്കക്കാരനാണേലും പാപികളാണേലും ആര് വിളിച്ചാലും എന്ത് ചെയ്യും? കഴിക്കാൻ കിട്ടിയാൽ ആരും വിടത്തില്ലായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, യേശുവിനെ അങ്ങനെ വിളിച്ചത് തിന്നിയും കുടിയനുമായ മനുഷ്യനെന്നാണ്. എത്ര പ്രാവശ്യമുണ്ട് യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ, പരീശനായ ശീമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ചുങ്കക്കാരും പാപികളും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. യേശു 7 കോഴ്സ് ഡിന്നറിൻ്റെ ആളായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വിശുദ്ധി, ഹല്ലേലൂയ, ഹൃദയ യേശുവിന് ഒരു മറ്റു മനുഷ്യൻ പറഞ്ഞില്ല, നിങ്ങളിൽ ആരെനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഇടത്തോടെ വന്ന് പറയുവാൻ ആരുമില്ലായിരുന്നു. ഇനി യേശുവിൻ്റെ വസ്ത്രം കോസ്റ്റ്ലി വസ്ത്രമായിരുന്നു. യോഹന്നാൻ മരിച്ചപ്പോഴൊന്നും ഒരു അടിയും മഴക്കും ഇല്ലായിരുന്നു ഉടുപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ യേശു മരിച്ചപ്പോൾ പടയാളികൾ എന്തിട്ടു? ചീട്ടിട്ട്. അത്ര എക്സ്പെൻസീവ് ആയിരുന്നു യേശുവിൻ്റെ വസ്ത്രം. ഇനി യേശുവിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കോസ്റ്റ്ലി. അതുകൊണ്ട് യോഹന്നാനൊക്കെ പറയുന്നത് ആ ചെരുപ്പിൻ്റെ വാറ അഴിക്കണമെങ്കിൽ ചുറ്റിക്കെട്ടി നന്നായി തുന്നിക്കെട്ടിയിരിക്കുന്ന ചെരുപ്പാണ്, അതൊക്കെ അഴിക്കണം. അപ്പോൾ നോക്കണം, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡാണ്. ആ കാലത്ത് മോശ കൊട്ടാരത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയോടെ വളർന്നു വന്നു. അതിൻ്റെതായ അല്ലെങ്കിൽ തലക്കനങ്ങളും കാര്യങ്ങളൊക്കെ മോശയ്ക്ക് കാണും. ഇന്ന് മിദ്യാനിലാണെങ്കിലും 40 വർഷം മുമ്പ് ഞാൻ രാജസ്ഥാനിലൊക്കെ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ജയ്പൂരിലും ഉദയ്പൂരിലും പിൽവാഡ, ബാംസവാഡ, അങ്ങനെ ചിത്തോർഗർ അങ്ങ് അറ്റം വരെ പോകാറുണ്ട്. ബസ്സിൽ കയറി കുത്തിയിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവർ പണ്ട് രാജകുടുംബത്തിൽപ്പെട്ടവരാ, ഇപ്പോൾ എല്ലാം പോയി, ഇപ്പോഴും ഓർമ്മ എവിടെ ഇരിക്കുന്ന? കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഓർമ്മയാണ്. പ്രൈവറ്റ് ബസ്സിലും KSRTCയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ രാജകുടുംബത്തിൽപ്പെട്ടവരാന്നുള്ള ആദ്യത്തൊക്കെ ഓർമ്മയിൽ വരുന്നതാണ്. അപ്പം നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പഴയ കുറേ സംസ്കാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ മോശയോട്, ഇങ്ങനെ കയറി വരുന്ന മോശയോട് ദൈവം പറയുകയാണ്, യു നീഡ് ടു റിമൂവ് യുവർ സാൻഡൽ, നിൻ്റെ ചെരുപ്പ് എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റണം. ആ വിഷയമാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. ഒരു അവകാശ കൈമാറ്റം. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന പലതും വിട്ടുകൊടുക്കണം. ഉപവാസം ഞാൻ പറഞ്ഞത് എക്സൈറ്റഡ് ആയിരിക്കത്തില്ല. ദൈവദാസന്മാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, എന്നേക്കാൾ ബലവേറിയന്മാരൊക്കെ വരുന്നുണ്ട്. അവരെല്ലാം നിങ്ങളെ എക്സൈറ്റഡ് ആക്കി, നിങ്ങളെ ആവേശം കൊള്ളിച്ച് നിങ്ങൾക്ക് സന്തോഷമുള്ള മെസ്സേജൊക്കെ തരും. പക്ഷേ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പണിയുവാനും പുതുക്കുവാനും ഒക്കെയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് അങ്ങനെ ഒരു ഹല്ലേലൂയ, മെൽറ്റ് മീ, മോൾഡ് മീ, ബ്രേക്ക് മീ ആൻഡ് ബിൽഡ് മീ എന്നൊരു പ്രാർത്ഥന ദൈവദാസൻ ഓർപ്പിച്ച പോലെ നമുക്ക് ദിവസം എല്ലായിരിക്കും. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞതിൻ്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റണം. എന്താണ് ഈ ചെരുപ്പഴിച്ച് മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനൊരർത്ഥം നമുക്ക് മനസ്സിലാകും. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. സംഭവം എങ്ങനെയാണ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോകാം. അവിടുത്തെ സംഭവം എങ്ങനെയാണ്? സ്തോത്രം, ഹല്ലേലൂയ. മോവാബിൽ നിന്ന് ഹല്ലേലൂയ പരദേശിയായിട്ട് ഇപ്പോൾ യെരുശലേമിലേക്ക് അല്ലെങ്കിൽ ബേത്ലഹേമിലേക്ക് വന്നിരിക്കുന്ന രൂത്ത് എന്ന മോവാബിയ സ്ത്രീ, താൻ വന്നിരിക്കുന്നത് നവോമി എന്ന തൻ്റെ അമ്മാവിയമ്മയോട് കൂടെയാണ്. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കയറിക്കിടപ്പാൻ കിടപ്പാടമില്ല, കഴിക്കാൻ ആഹാരമില്ല, വയലിലേക്ക് ഇറങ്ങിപ്പോയി ഹല്ലേലൂയ വിള കൊയ്യുവാൻ അല്ലെങ്കിൽ കാലാ പറക്കുവാൻ കടന്നുപോയ രൂത്ത് അവസാനം ബോവസിനെ കണ്ടുമുട്ടുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെ അല്ലെങ്കിൽ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുവാൻ തയ്യാറായി. വീണ്ടെടുപ്പിന് ഒരുങ്ങുമ്പോൾ പക്ഷേ ബോവസിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാനല്ല, ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് പട്ടണത്തിൽ മാന്യനായ ചാർച്ചക്കാരനുണ്ട്, അവനാണ് ആരെ വീണ്ടെടുക്കേണ്ടത്? രൂത്തിനെ
വീണ്ടെടുക്കേണ്ടത്. അവൻ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ചാൻസ് എനിക്ക് വരത്തുള്ളൂ. അങ്ങനെ ആ പട്ടണത്തിലെ പ്രമുഖനായ തൻ്റെ ചാർച്ചക്കാരനായ ധനാട്യനായ ആ മനുഷ്യനോട് ബോവസ് സംസാരിക്കുന്ന ബേത്ലഹേം പട്ടണത്തിലെ മൂപ്പന്മാരുടെ നടുവിലുള്ള സംഭാഷണമായ ആ കൗൺസിൽ മീറ്റിംഗ് ആണ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഈ മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ബോവസ് എടോ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, ഇതാ നവോമി മടങ്ങി വന്നിട്ടുണ്ട്. നവോമി മഹളോനും കില്ലിയോനും എലിമേലക്കും ഒക്കെ മരിച്ചുപോയി. അവൾക്ക് നഷ്ടപ്പെട്ടു പോയ നിലങ്ങൾ അല്ലെങ്കിൽ കടക്കാർ കൊണ്ടുപോയ അന്യാധീനപ്പെട്ട നിലങ്ങൾ നമ്മൾ വീണ്ടെടുത്ത് കൊടുക്കണം, തനിക്ക് സമ്മതമാണ്. അയാൾ പറഞ്ഞു, ഓ റെഡി, എന്നെന്താ, നമ്മുടെ കാശൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യമുണ്ട്, നമ്മുടെ അല്ലെ കസിനല്ലേ, നമ്മുടെ റിലേറ്റീവ് അല്ലേ, നമ്മൾ ആ വീട് എന്ത് ചെയ്താൽ വീണ്ടെടുത്ത് കൊടുക്കാം. കൂട്ടത്തിലൊരു കണ്ടീഷൻ വെച്ചു, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ മോവാബിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മോവാബി സ്ത്രീയായ രൂത്തിനെ കൂടെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വാക്യം വായിച്ചു. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, 7-8 വാക്യങ്ങൾ. ആ ചെരിപ്പൂരിയാണ് ഹല്ലേലൂയ കൈമാറ്റം അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. 2 തരത്തിലുള്ള ജാതികളുടെ ഇടയിൽ പിളർപ്പുകൾക്ക് നടുവിൽ കൂടെ നടന്നായിരുന്നു. ഒരു മൃഗത്തെ പിളർന്ന് വെച്ചിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാണോ ദോസ് വർ മേക്കിംഗ് ദ കവനന്റ് ഈച്ച് അതർ ദേ നീഡ് ടു വാക്ക് ത്രൂ ദാറ്റ് സ്പ്ലിറ്റ് ഓഫ് ദറ്റ് ആനിമൽ, അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കണം. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ഹല്ലേലൂയ കാളയെയും ആടിനെയൊക്കെ പിളർന്ന് പക്ഷികളെ പിളർന്നില്ല. ദൈവമായവൻ ഇങ്ങോട്ട് നടക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അബ്രഹാം അങ്ങോട്ട് നടക്കാൻ തയ്യാറാകാതെ ഇവിടെ നിൽക്കുന്നിടത്താണ് ദൈവം ഹല്ലേലൂയ തന്നെക്കൊണ്ട് തന്നെ ആണയിട്ടുകൊണ്ട് ഉടമ്പടി ഉറപ്പാക്കുന്നതൊക്കെ എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് കട്ടിയാട്ടമല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഈ പറഞ്ഞു വരുന്നത് ഉടമ്പടിയുടെയാണ്. അപ്പോൾ ഇസ്രയേലിൽ ഉടമ്പടി ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഒരാൾ ഉടമ്പടി ചെയ്യുമ്പോൾ ചെരിപ്പൂരി കൊടുക്കണം. അങ്ങനെ ഈ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞു, രൂത്തിനെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സ്തോത്രം, എനിക്കതെന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ അവകാശം വീണ്ടെടുക്കുവാനുള്ള എൻ്റെ അവകാശം, രൂത്തിനെ അംഗീകരിക്കുവാനുള്ള എൻ്റെ അവകാശം ഞാൻ നിഷേധിച്ചുകൊണ്ട് ഞാൻ നിന്നെ അവകാശം ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് ബോവസിന് ചെരിപ്പൂരി കൊടുക്കുകയും ബോവസ് ഹല്ലേലൂയ രൂത്തിനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതാണ് ആ പട്ടണവാതിക്കലെ സംഭവം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ മോശയോട് ദൈവം ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, നിൻ്റെ കഴിവും നിൻ്റെ പാരമ്പര്യവും നിൻ്റെ അറിവും നിൻ്റെ മിസ്രൈമിലുള്ള ആധിപത്യവും അവകാശങ്ങളുമെല്ലാം ഇന്ന് പകൽ ഇവിടെ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഒരു പുതു മനുഷ്യനായിട്ട് നീ പുറത്തു പോകണം. ഹല്ലേലൂയ. ഈ അഗ്നി കത്തുന്ന ആളിക്കത്തുന്ന ദൈവതേജസ്സിൻ്റെ മുമ്പാകെ നിനക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നീ ആരുമല്ലെന്ന് സമ്മതിക്കുകയാണ്. ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാനല്ലാതായി മാറണം. എന്നിലെ ഞാൻ ഇല്ലാതായി മാറുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏലിയാവ് എന്ന ഭക്തനായ മനുഷ്യനാണ്, കരുത്തനാണ്. പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും, പ്രാർത്ഥിച്ചാൽ ആകാശം അടയും, പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങും. വിരൽത്തുമ്പിൽ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കരുത്തുള്ള പ്രവാചകൻ, കൃപയുടെ ജ്വലനമുള്ള ഭക്തനായ മനുഷ്യനാണ്. 850 ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വാളുകൊണ്ട് വെട്ടി ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുവാൻ ഒക്കെ കരുത്തുള്ളവനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യൻ, പക്ഷെ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഏലിയാവിനകത്തൊരു മനുഷ്യനുണ്ട്, എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ഒരു കൊച്ചു മലയാളി പെന്തിക്കോസ്തനായിട്ട് മാറും. ആര്? ഏലിയാവ്. ഞാൻ ഒരുത്തൻ മാത്രം എൻ്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മലയാളികളുടെ കാര്യം പറഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പാട്ട് പാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ പറയത്തില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം അല്ലെങ്കിൽ ഇരിക്കുക, എല്ലാവരുടെ സ്നേഹമൊക്കെയാ, എല്ലാം ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ആർക്കും ഒന്നും വിട്ടു കൊടുക്കത്തില്ല. പക്ഷെ അവസാനം പറയാം, ആരേ ഉള്ളു? ഞാനേ ഉള്ളു. രാവിലെ എഴുന്നേൽക്കണം, ജോലി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഞാൻ മാത്രം. ഏലിയാവിനകത്തൊരു ഞാനുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം. ദൈവം ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വെറുതെ പറയുക, ബാലിന് മുട്ടുമടക്കാത്ത എത്ര എണ്ണമുണ്ട്? 7000 പേര് വേറെ കിടപ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നീ ഇവിടെ കിടന്നുണ്ട്, ഞാൻ മാത്രം. ആ ഏലിയാവിലെ ഞാൻ ചെറുതാകാൻ വേണ്ടിയാണ് ഈ വലിയ പ്രവാചകന് ഡോളർ ഉണ്ടാക്കുന്ന കൃപാവരം ദൈവം കൊടുത്തില്ല. എൻ്റെ കൂട്ടത്തിലുണ്ടേ. ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും പല വിഷയത്തിനും മറുപടി കിട്ടാത്ത, അവിടെ പ്രാർത്ഥിച്ചാൽ ആകാശത്തുനിന്ന് തീയിറക്കുന്ന, പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ആകാശം തുറന്ന് പെരുമഴ പെയ്യിക്കുന്ന, വിരൽ ചൂണ്ടിയിട്ട് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് കരുത്തുള്ള അതരം കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് തീന്മേശ ഒരുക്കുവാൻ ഏലിയാവിന് കഴിയണം. പക്ഷെ ആ കൃപാവരം ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്.
ഈ നോട്ട് ഇരട്ടിപ്പിക്കുന്ന എന്തെങ്കിലും കൃപാവരം കണ്ടാൽ അതിൻ്റെ പുറകെ ഒന്നും കൂടിയേക്കരുത്. ചില കൂട്ടത്തിലുണ്ട് വെയ് രാജ ഒന്ന് വെച്ചാൽ 2 കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങ് വന്ന് കയറിയാൽ മതി, തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ വലിയവരായിട്ട് പോകുക. അങ്ങനെയൊന്നുമില്ല. ചെറിയവരായിട്ട് പോകാനേ ദൈവസന്നിധി വരാം. പിണങ്ങിയോ? ആരെങ്കിലും പിണങ്ങിയോ? സന്തോഷമാണേ, സ്തോത്രം. ദൈവസന്നിധിയിൽ വരുന്നത് വലിയവരാകാനല്ല. എന്താ ഈ വലിയവരാകുന്നത്? ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് മണിക്കൂറുകൾ നിൽക്കണം. യോഹന്നാനെ കുറിച്ച് പിന്നീട് ഓർപ്പിക്കാം. യോഹന്നാൻ ജനിച്ച ഉടനെ സക്കരിയ പ്രവാചകന് ഗബ്രിയേൽ ദൂതൻ എന്താ കൊടുത്തത്? അവൻ ആരാകും? കർത്താവിൻ്റെ സന്നിധിയിൽ. ഇപ്പോൾ നമ്മളെന്തോ ഓർത്തു, യോഹന്നാൻ കർത്താവിൻ്റെ സക്കരിയാവും, ഞാൻ സക്കരിയാവാട്ടോ, സക്കരിയാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുക. ബൈബിളൊക്കെ എടുത്ത് നെഞ്ചത്തോട് പിടിച്ചു പറയും, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദാസൻ തലയിൽ കവിച്ച് ദൂത് പറഞ്ഞു, നിൻ്റെ മകൻ ആരാകും? നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം പറഞ്ഞു. ആരാകും? വലിയവനാകും. അപ്പോൾ തന്നെ കണക്കൂട്ടി എൻ്റെ ചാർച്ചക്കാരെക്കാട്ടി, എൻ്റെ സഹോദരങ്ങളെക്കാട്ടി, മാതാപിതാക്കളെക്കാട്ടിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത എന്തോ പൊസിഷൻ ആർക്ക് കിട്ടാൻ പോവുക. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ തല പോകുന്ന കാര്യമാണ് ദൂതം പറഞ്ഞത്. ശവം അടക്കുമ്പോൾ ഈ ചെറുക്കിന് തല കാണത്തില്ലെന്ന്. ദൈവസന്നിധിയിൽ വലിയവനാകുമെന്ന് പറഞ്ഞാൽ ഉടൽ ഒരിടത്തും ഹല്ലേലൂയ തല ശലോമിയുടെ അല്ലെങ്കിൽ മകളുടെ താലത്തിലും ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും ഇരിക്കുമ്പോഴും. പക്ഷേ അവനെക്കുറിച്ച് യേശു പറഞ്ഞു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണെന്ന്. നിങ്ങളുടെ ശവം അടക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപമുണ്ട് പാവമുണ്ടെന്നല്ല വിഷയം, എത്ര ആരോഗ്യമുണ്ടെന്നല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനെന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ മക്കളിലേക്കും മക്കളെ അപ്പന്മാരിലേക്കും തിരിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ ഒറ്റ പ്രസംഗിച്ചുള്ളെങ്കിലും, ഒറ്റ പാട്ടേ പാടിയുള്ളെങ്കിലും, ഒറ്റ സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും ദൈവകൃപ ജീവിതത്തിൽ ജ്വലിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങളെപ്പോലെ വലിയവരാരുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. നമ്മുടെ ആ ഏരിയാവിലെ ഞാൻ മാത്രമെന്ന അഹങ്കാരിയെ ചെറുതാക്കാൻ വേണ്ടിയാണ് കാക്കയുടെ മുമ്പിൽ കൈ നീട്ടി ഒരു ഭിക്ഷുവിനെ പോലെ ഇരിക്കുവാൻ ദൈവം വഴിയൊരുക്കിയത്. രാവിലെയും വൈകിട്ടും കെരീതിൻ്റെ തീരത്തിരുന്ന് കൊണ്ട് കാക്കയുടെ വരവിന് വേണ്ടി കാത്തിരിക്കും. ജീവിതത്തിൻ്റെ യാത്രകളിൽ എപ്പോഴും ആവശ്യങ്ങളുടെ മുമ്പാകെ നിങ്ങൾ ഹല്ലേലൂയ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, എന്നിലെ ഞാൻ എന്ന അഹങ്കാരിയെ ദൈവം വെട്ടിച്ചെറുതാക്കിയ. ബംഗ്ലാദേശിൽ നിന്ന് കയറി വരുന്നൊരു അഭയാർത്ഥിയെ പോലെ സരേഫാത്തിയുടെ വിധവയുടെ മുമ്പിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് വേണ്ടി, ഒരു മുറി അപ്പത്തിന് വേണ്ടിയും കൈ നീട്ടേണ്ട ഭിക്ഷക്കാരനെ പോലൊക്കെ ദൈവം ആക്കി തീർക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്നിലെ ഞാൻ ഇല്ലാതെയാകണം. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, എവിടെങ്കിലും ദൈവം നമ്മെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വലുതാക്കുന്നതാണെന്ന് ഓർത്തോണം. ഒരവകാശ കൈമാറ്റം ഇന്ന് രാവിലെ മോശയോട് പറയുന്നു, നിന്നിലെ ഞാൻ എന്ന അഹങ്കാരിയെ ചെറുതാക്കുവാൻ ദൈവം പറയുന്നു. നീ ഇട്ടിരിക്കുന്ന ആ മിസ്രയീമിലെ അധികാരത്തിൻ്റെ ചെരുപ്പ്, നീ ഇട്ടിരിക്കുന്ന മിദ്യാനിലെ ഇടയൻ്റെ ചെരുപ്പ് ഒക്കെ അടിച്ചു മാറ്റിയെങ്കിലേ എനിക്ക് നിന്നെ ഇസ്രയേലിൻ്റെ നായകനയക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഞാനാണ് വീണ്ടെടുപ്പുകാരൻ, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് ആ ചെരുപ്പും കൊണ്ട് തന്നാട്ടെ. ഒരിക്കൽ നീ ട്രൈ ചെയ്തതാണ്, എന്നെക്കൊണ്ട് ഇസ്രയേൽ ജനത്തെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മിസ്രയീമിൽ നീ പഠിച്ച സകല വിദ്യയും അഭ്യാസവും ഒരു വടിയുടെ അഗ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വടി കൊണ്ട് ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തപ്പോൾ നീ വിചാരിച്ചു, ഈ വടിത്തുമ്പ് കൊണ്ട്, ഈ വടിയുടെ കരുത്ത് കൊണ്ട്, ഈ കോല് കൊണ്ട് എനിക്ക് മിസ്രയീമിനെ നിന്ന് ഇസ്രയേലിനെ വീണ്ടെടുക്കാം, ഇഷ്ടികച്ചൂടയുടെ ബന്ധനം അഴിക്കാം, ഫറവോൻ്റെ കെട്ടുപൊട്ടിക്കാം. ഇല്ല, ഇന്ന് നീ മനസ്സിലാക്കണം, നീ അല്ല വീണ്ടെടുക്കുന്നത്, ഞാനാ വീണ്ടെടുക്കുന്നത്. എന്ന പകൽക്കാലം ഈ ആത്മീയ ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചിലത് ദൈവത്തിന് കൈമാറുന്ന പകലായി മാറണം. പിടിച്ചു വെച്ചിരിക്കുന്ന എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധ്യമാകും, ഞാനാ ചെയ്യുന്നത്, എൻ്റെ മിടുക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ചില കൈമാറ്റങ്ങൾ നടത്തുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നീ ചെരുപ്പൂരി എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സ്തോത്രം. ചെരുപ്പ് അവകാശ കൈമാറ്റം, അധികാര കൈമാറ്റമാണ്. ഇവിടെ തന്നെ 3 ചിന്തകളിലേക്ക് പോയിട്ട്, കാരണം ചെറുതാണ്, ഞാൻ ആരുമല്ലെന്ന് സമ്മതിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ ഹൃദയംഗമായി അങ്ങ് സമ്മതിക്കണം. നമ്മളൊക്കെ ഞാനല്ലോ കൂടുതലും ഞാൻ മലയാളികളിലാണ് ശുശ്രൂഷയുള്ളത്, അതുകൊണ്ട് അറിയാൻ പറ്റും. ഈ ആൾക്കാർക്ക് ഞാൻ ആരാണോ എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടില്ല? അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ. അപ്പോഴാണ് 103-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയുന്നത്, അവൻ പൊടിയെന്ന് ഞാൻ ഓർക്കുന്നു. നമ്മൾ വടിയാന്ന് പറയുമ്പോൾ ദൈവം എന്താ പറയും? നിങ്ങൾ വെറും പൊടിയാണ്, ഞാൻ നിൻ്റെ പ്രകൃതി അറിയുന്നു. പൊടിയെന്നവൻ, നമ്മൾ എത്ര മസിൽ പിടിച്ചാലും ദൈവം പറയും നിലത്തെ പൊടിയെന്ന് എടുത്തതല്ലേ. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നമ്മളെ പൊടിയെന്ന് ഓർക്കും. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യും? മറക്കുകയും ചെയ്യും. ഇതൊരു വലിയൊരു മിസ്റ്ററി ഇൻ ദ ബൈബിളാണ്. He remember our nature,
ഓൾസോ ഫൊർഗെറ്റ് അവർ ട്രസ്പാസസ്. അത് വളരെ വലിയൊരു മിസ്റ്ററിയാണ്. യേശു നമ്മുടെ അകൃത്യം ഓർമ്മ വെക്കുകയും നാം പൊടിയാണെന്നുള്ള കാര്യം മറക്കുകയും ചെയ്തായിരുന്നെങ്കിൽ ആർക്ക് നിലനിൽക്കാൻ പറ്റും? യഹോവേ, നീ നിൻ്റെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ടല്ലോ. നമ്മുടെ എത്രയൊക്കെ നമ്മൾ നിന്നാലും ദൈവത്തിനറിയാം നമ്മൾ ആരാണ്. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, ഒരു മഴ പെയ്താൽ അലിഞ്ഞു പോകുന്ന പൊടിയാണ്. ആ പൊടിയാണ് ഈ പരുവത്തിൽ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ഭാഷയെ പറയാം, നമ്മുടെ വികൃതി അറിയുന്നുണ്ട് കേട്ടോ. പ്രകൃതി മാത്രമല്ല, നാം ഈ കാട്ടിക്കൂട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ, ദൈവത്തെ മറച്ചു ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്. അപ്പം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവമാണ്. അവകാശ കൈമാറ്റം. അപ്പോൾ ഏറ്റവും ചെറുതാണെന്ന് സമ്മതിക്കാൻ മനുഷ്യന് ഭയങ്കര മടിയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാണ്, കാരണം ഇത് വചനത്തെ പണിയുന്നതായതുകൊണ്ട് ആവർത്തന വിരസ തോന്നരുത്. നാം ചെറുതാണെന്ന് സമ്മതിക്കാൻ വലിയ പാടാണ്. യേശുവിൻ്റെ കാലത്ത്, യേശു കർത്താവിൻ്റെ തിരുമേശയ്ക്ക് മുമ്പ് കാലൊക്കെ കഴുകുന്ന ഒരു വലിയ ശുശ്രൂഷയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തില്ല, പഴയ കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കഴിഞ്ഞ വർഷമാണ്, അതിന് മുമ്പത്തെ വർഷമാണ് എറണാകുളത്ത് ഒരു ചർച്ചകോട് എന്നതിൻ്റെ പേരെന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന ഫുൾ ഗോസ്പൽ ചർച്ചകോടല്ല, ബട്ട് ചർച്ചകോട് ചർച്ചാണ്. അപ്പോൾ അവിടുത്തെ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു. വലിയ ആൾക്കൂട്ടമാണ്. എറണാകുളം പട്ടണത്തിൽ പാലാരിവട്ടം ജംഗ്ഷന് അടുത്ത് തന്നെ ഇത്ര വലിയൊരു സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വലിയൊരു പേര് ഞാൻ പറയുന്നില്ല. അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ 10 മണിക്ക് കൺവെൻഷൻ തീർന്നു. വലിയ പാട്ടുകാർ എനിക്ക് ഇമ്മാനുവലോ ആരുടെയൊക്കെയായിരുന്നു പാടുന്നത്. എന്നോട് വന്ന് അവിടുത്തെ ലീഡർ വന്ന് പറഞ്ഞു, പാസ്റ്റ് ഇനി പോയി കിടന്നോ, ഞങ്ങളുടെ കർത്തൃമേശ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളെന്ന് പറഞ്ഞാൽ പാതിരാത്രിക്കാണ് അവരെന്ത് ചെയ്യുന്നത്, കർത്തൃമേശ 10,000 പേരുണ്ട്, കാലെല്ലാവരുടെയും കഴുകിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. എനിക്ക് രാവിലത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിന് പോകണം. ആ എറണാകുളത്തെ മുറി കിടക്കുക. എനിക്ക് അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. കാരണം ഈ 2000 പേരുടെ കാല് കഴുകുന്ന ബഹളമായിട്ട് അത് തൊട്ടടുത്ത ഞാൻ എൻ്റെ മുറി കിടക്കുന്നത്. അപ്പോൾ അവർ വിശ്വസിച്ചിരിക്കുന്നത് കാല് കഴുകിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ തിരുമേശ എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാം നല്ല കാര്യമല്ല. ഒരു ഉപദേശ സ്ഥാപനത്തിന് വേണ്ടി വരികയല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? മറ്റുള്ളവരുടെ മുമ്പാകെ വിനയപ്പെടാൻ കഴിവുള്ളവർക്ക് മാത്രമേ നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെയും ചൊരിയപ്പെട്ട രക്തത്തിൻ്റെയും പങ്കാളികളാകുവാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ ചെറുതാകണം. യേശു തന്നെ പറഞ്ഞു, ഞങ്ങളിൽ ആരാ വലിയവൻ എന്ന വലിയ കോൺഫിഡൻറ്റ് ശിഷ്യന്മാരുടെ നടക്കുകയാണ്. പത്രോസ് പറഞ്ഞു, ഞാനാ വലിയവൻ. കാരണം യാക്കോബ് പറയുന്നു, അന്ത്രോസ് പറയുന്നു, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ് എല്ലാവരും പറയും ഞങ്ങളാണ് വലിയവൻ. യേശു പറഞ്ഞു, നിങ്ങളവിടൊക്കെ തടി ഉണ്ടാക്കിയോ, ഞാനാണ് ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞ് യേശു അങ്ങോട്ട് ഇരുന്നിട്ട് ആരെങ്കിലൊക്കെ തോർത്തൊക്കെ തൂർത്തിയും കാല് കഴുകുന്ന നമുക്കറിയാം. ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ ഹൃദയം കൊണ്ട് പറയും, ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തുമുള്ളവർ സമ്മതിക്കണം, ദൈവസന്നിധി വരുമ്പോൾ ഞാൻ ചെറിയവനാണെന്ന് സമ്മതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ കാര്യം തന്നെ പറയാം. യോഹന്നാൻ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. എന്നിലും പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിരുന്നു യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ്. അല്ലെങ്കിൽ അവസാനത്തെ പൗരോഹിത്യത്തിൻ്റെ കണ്ണിയാണ്. എല്ലാറ്റിൻ്റെയും മുന്നിൽ നിൽക്കേണ്ടവനാണ്. അവൻ പറയുകയാണ്, ഐ എം നോട്ട് വർത്തി ടു അൺടൈ ദ ഷൂ ലൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. എത്ര ആരെ സ്നാനപ്പെടുത്തിയതാണ്? യേശുവിനെ സ്നാനപ്പെടുത്തിയതാണ്. യേശുവിൻ്റെ ഫോർറണ്ണറാണ്, ദൈവശബ്ദം കേട്ടവനാണ്. ഇങ്ങനെയൊക്കെ പറയണം നമ്മൾ ദൈവമക്കളെ. നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും യേശുവിനെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഐ എം നോട്ട് വർത്തി. ദേവദാസൻ ലീഡ് ചെയ്തപ്പോൾ ഓർപ്പിച്ചല്ലോ, ഒരു യോഗ്യതയും പറയാനില്ല, ഒരു മാന്യതയും നമുക്ക് പറയാനില്ല. എന്തെങ്കിലും നമുക്ക് മാന്യത ഉണ്ടെങ്കിൽ ദൈവത്താൽ ലഭിച്ചതാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ അയോഗ്യത സമ്മതിക്കുന്ന സ്ഥലം എവിടാ? ദൈവസന്നിധിയിലാണ്. സ്തോത്രമല്ലേ. ഭാര്യയോട് പറയാൻ പറ്റുമോ? ഭർത്താവിനോട് പറയാറുണ്ടോ? ഞാനാണ് ഏറ്റവും ചെറിയവൻ. അങ്ങനെ പറഞ്ഞാൽ സകല പ്രശ്നം തീരുമിട്ടില്ലേ, സഭയിലെ തീരുമല്ലോ. പ്രൈസ് ഗോഡ്. ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയവനെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് അവിടുത്തെ പ്രശ്നമല്ല. എൻ്റെ കൂട്ടത്തിലുണ്ട്, ഇതെന്ത് ഈ പാസ് എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന്. നിങ്ങളുടെ കാര്യമേ അല്ല പറയുന്നത്. ബൈബിളിൽ 1-2 വാക്യങ്ങൾ പറഞ്ഞെന്നുണ്ട്. രണ്ടാമതൊരു മനുഷ്യൻ പറഞ്ഞു, അവൻ്റെ പേര് ഹല്ലേലൂയ സെഞ്ചൂറിയൻ, ശതാധിപനാണ്, 100 പേർക്ക് അധിപതിയാണ്. 100 എന്ന് പറയുമ്പോൾ 100 അംഗങ്ങൾ മാത്രമായിരിക്കും. റെജിമെൻ്റ് എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 100 റെജിമെൻ്റ് ആയിരിക്കും. എത്ര പട്ടാളക്കാരെന്ന് അറിയത്തില്ല. അവൻ്റെ വീട് യൂൾക്കോസ് 7-ാം അധ്യായത്തിലാണ്. അവൻ്റെ വീട്ടിൽ ഒരു പട്ടാളക്കാരന് അല്ലെങ്കിൽ ഒരു സെർവൻറ്റിന് 3 തരത്തിലുള്ള സെർവൻറ്റ് വുഡുണ്ട് അല്ലേ ആ കാലത്ത്. അതുകൊണ്ടാണ് നമ്മളെ ബൈബിൾ അങ്ങനെ വായിക്കുന്നത്. 1 അല്ലെങ്കിൽ ബാല്യക്കാരൻ, നിങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിളിലെ മലയാള ഭാഷ. 1 ബാല്യക്കാരൻ, 2 വേലക്കാരൻ, 3 കൂലിക്കാരൻ, ഇങ്ങനെ 3 തരത്തിലുള്ള അതിലുണ്ട്. ഒന്ന് ബാല്യക്കാരൻ എന്ന് പറയുമ്പോൾ സെർവൻ്റാണ്, സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. രണ്ടാമത് അല്ലെങ്കിൽ വേലക്കാരനാണ്, വർക്കറാണ്, ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്. 3 കൂലിക്കാരനാണ്, ഹയേർഡ് സെർവൻറ്റ്, ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നത്. വഴിയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വരും. അന്നത്തെ നമ്മൾ നാട്ടിലിപ്പോൾ ആരാ ഉള്ളത്? ബംഗാളികൾ. അവർക്കൊക്കെ അന്നുള്ള കൂലി കൊടുത്തിട്ട്
അവരെ നമ്മൾ പറഞ്ഞു വിടുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഈ മുടിയംപുത്രം പറഞ്ഞത് നിൻ്റെ കൂലിക്കാരിൽ. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ ഈ സെർവൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ രോഗിയായി കിടക്കുമ്പോൾ ജനങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യഹൂദന്മാർ പറഞ്ഞു, കർത്താവേ, ഇവൻ ഞങ്ങൾക്കൊരു പള്ളി പറഞ്ഞാട്ടെ, ഇങ്ങോട്ട് പറഞ്ഞാട്ടെ, പള്ളി പണിത് തന്നവനാണ്. അത് നിങ്ങളെക്കൊണ്ടൊരു കാര്യം പറയിക്കാൻ വേണ്ടി ഇത് പറയുന്നത്. പിന്നെ അവൻ നമ്മുടെ ജനത്തെ സഭാഗോളിന് വേണ്ടി $1000 കൊടുത്തപ്പോൾ എന്തൊരു വെയിറ്റാണെന്നറിയാം. എൻ്റെ കൂട്ടത്തിലുണ്ടേ പ്രൈസല്ലേ. ഞാൻ കായംകുളത്ത് ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. എനിക്ക് തോന്നുന്നു 96 98 അറിയത്തില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോയതാണ്. അവിടെ ചെന്ന് കായംകുളത്ത് ഇനിയും സ്ഥലം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആയുസോടെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കൊണ്ട് നിർത്തുകയാണ്. അതിനടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. പാസ്റ്ററെ, കറണ്ട് പോയ ഉടനെ വലിയൊരു വെള്ള ഫാൻ, അതിലെഴുതിയിരിക്കുന്നു മത്തായിച്ച മക. ഫാനിൽ എഴുതി വെച്ചിരിക്കുക, ഈ പുള്ളിയാണ് പിന്നെ കറണ്ട് പോയപ്പോഴാണ് അത് വായിക്കാൻ പറ്റുന്നത്, മത്തായിച്ചൻ വക. ഈ പുള്ളി ആ സഭ മൊത്തം കറക്കിക്കൊണ്ടിരുന്നത്. 250 രൂപയുടെ ഒരു പാലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്ററെ വിശ്വാസികളെ നിലത്തും താഴെ നിർത്തത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യമല്ല, ഒരു പള്ളി വെച്ച് കൊടുത്തതിൻ്റെ കെയർ ഓഫിലൊന്നും ദൈവം ആരുടെ വീട്ടിൽ വരത്തൊന്നുമില്ല. സഭാവോളിന് എന്തെങ്കിലും കൊടുത്തെന്ന് ഓർത്തുകൊണ്ടൊന്നും ദൈവം വരത്തൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കടപ്പാടിൽപ്പെട്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനാണ് അപ്പൻ, ഞാൻ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ. ഈ അപ്പനും അമ്മയും നമ്മൾ വ്യത്യാസം അതാ. എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പനും അമ്മയും നമ്മൾ എത്ര ഉണ്ട്, ഞാനും അപ്പനാണ്. അപ്പനും ഈ അമ്മമാർ മക്കളെ നോക്കുന്നതുപോലെ ആർക്കും നോക്കാൻ പറ്റത്തില്ല. സഹോദരിമാരെങ്കിലും ഒരു സ്വത്രം പറഞ്ഞാടന്നേ. ഞാനൊരു അപ്പനല്ലേ. ഈ എത്രയൊക്കെ പറഞ്ഞാലും അല്ലേ, പിന്നെ കണ്ടിട്ടില്ലയോ സഹോദരന്മാരൊക്കെ പിള്ളേരെ, പിന്നെ സഹോദരിമാർ കട്ടപ്പെട്ടൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടാലും അമ്മ വഴക്കൊക്കെ പറഞ്ഞാലും അപ്പൻ എത്ര സ്നേഹം കാണിച്ചാലും അമ്മ നോക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി 2 മണിക്കൂർ. ഞാൻ ആരാന്നറിയാമോ? ഞാൻ സഭയുടെ പാസ്റ്ററാണ്. 6 മാസമുള്ള കൊച്ചിനോടാണ് പറയുന്നത്. ഹല്ലേലൂയ, നിനക്ക് എൻ്റെ സ്വഭാവം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വടിയും കോലും ഒക്കെ എടുത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അമ്മയ്ക്കറിയാം കരഞ്ഞാൽ എങ്ങനെ ആശ്വസിപ്പിക്കണം, എങ്ങനെ ചെയ്യണമെന്ന്. ഇവിടെ പറഞ്ഞു വരുന്നതല്ല, ഇവിടെ നാം ദൈവകാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട്, ദൈവവേലയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കണക്ക് പറയുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ല. അവകാശ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം 0 ആയി മാറണം. നമുക്കറിയാവുന്ന ആത്മീയം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം 0 റീച്ചിങ് ടു ദ 100. ഞാൻ 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തിയ അല്ല. സ്റ്റാർട്ടിങ് ഫ്രം 100 റീച്ചിങ് ഡൗൺ ടു ദ എർത്ത് ടു ദ 0. അത് ആത്മീയം എന്ന് പറയുന്നത്. എല്ലാം എടുക്കും, എല്ലാ കഴിവും ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്നതാണ് ദൈവസന്നിധി. അവിടെ വരെ നമ്മൾ എത്തണം. ഇന്ന് രാവിലെ കത്തി വെളിപ്പെടുന്ന ദൈവതേജസ്സിൻ്റെ മുമ്പാകെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാം ദിനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ദൈവസന്നിധിയിൽ നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യോഗ്യത പറഞ്ഞ് റീസൺ ചെയ്ത് മിടുക്ക് പറഞ്ഞല്ല ദൈവാനുഗ്രഹം പിടിച്ചു വാങ്ങേണ്ടത്. അല്ലെങ്കിൽ കഴിവില്ലെന്നും പ്രാപ്തിയില്ലെന്നും പറഞ്ഞ ദൈവകൃപയുടെ അളവറ്റ വലിപ്പം നമ്മളിലേക്ക് വിളിച്ചിറക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, ഇവിടെ ഈ ശതാധിപൻ പറയുകയാണ്, യേശു ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, യേശു അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പം ഇവൻ ഒരാളെ വിട്ടിട്ട് പറഞ്ഞു. യേശുവിൻ്റെ പാദസ്പർശനം കേട്ടപ്പോൾ, ആസ് ദ മോസസ് എക്സ്പീരിയൻസ് ദ ബേണിംഗ് ബുഷ് അല്ലല്ലിയ എൻകൗണ്ടർ പോലെ തന്നെ യേശു നടന്നു വരുന്ന കാലൊച്ച കേട്ടപ്പോൾ ഈ ശതാധിപൻ പറഞ്ഞു, ഗുരു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അതിനോട് ചേർന്ന് അവൻ പലൊരു പദം പറയുന്നുണ്ട്, ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ്. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു, ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു. ഇനി നീ ഒരു വാക്ക് കൽപ്പിച്ചെൻ്റെ ബാല്യക്കാരന്, എന്താ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവമക്കളെ, ആ കിടക്കുന്ന ബാല്യക്കാരനെ കണ്ടോ? ഞാൻ പോകാൻ പറഞ്ഞാൽ അവൻ തിരിച്ചൊരു വാക്ക് ചോദിക്കാതെ പോയ ഒരു കാലഘട്ടമുണ്ട്. ഞാൻ വിളിച്ചാൽ ഓടി വരുന്നൊരു കാലഘട്ടമുണ്ട്. ഇന്ന് ഞാൻ അധികാരത്തിൻ്റെ സകല വസ്ത്രവും ധരിച്ച് ചെങ്കോലും കയ്യിൽ പിടിച്ച് എത്ര ഉച്ചത്തിൽ പോകാൻ പറഞ്ഞാലും അവൻ പോകുന്നില്ല, വരാൻ പറഞ്ഞാലും അവൻ വരുന്നില്ല. നൗ തിങ്സ് ആർ ബിയോണ്ട് മൈ ലിമിറ്റേഷൻ ആൻഡ് മൈ കൺട്രോൾ. അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവൻ എഴുന്നേൽക്കും. നീ എൻ്റെ ഈ യോഗ്യതയാണ്. കർത്താവേ, എനിക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, അധികാരമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, തോളിലെല്ലാം വലം തോളിലുണ്ട്, ഇടം തോളിലുണ്ട്, കയ്യിൽ അധികാരമുണ്ട്. പക്ഷേ എൻ്റെ വാക്കിന് വിലയില്ലാത്തൊരു കാലഘട്ടം വരും. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പാരസെറ്റമോൾ കഴിക്കുന്ന കാലഘട്ടമല്ല, ഡോക്ടർമാർക്ക് ചികിത്സിച്ചാൽ മാറാത്ത കാലഘട്ടം വരും. പക്ഷേ അന്നും പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്, യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്ന്.
നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇന്ന് പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, മാറി മാറി ടെസ്റ്റ് ചെയ്തിട്ടും മാറി മാറി മെഡിസിൻ കഴിഞ്ഞിട്ടും സൗഖ്യം വരാത്ത വിഷയത്തിന് മേൽ ഇന്ന് പകൽക്കാലം ഇഫ് യു ജസ്റ്റ് സേ എ വേർഡ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന്, എൻ്റെ മകൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞിന്, ഞങ്ങളുടെ സഭയിലുള്ള ആ സഹോദരിക്ക് ഇന്ന് പകൽക്കാലം ചലിക്കാത്ത കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കും, കലിക്കാത്ത കൈകൾ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കും, തുറക്കാത്ത കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കും. കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടച്ചു വെച്ച് ഇനിയും പെട്ടിയിൽ എടുക്കും എന്ന് പറഞ്ഞ് മുദ്ര വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളെ തിരുത്തി എഴുതി ഇന്ന് പകൽക്കാലം വീണ്ടും ജീവൻ കൊടുക്കുവാൻ അവൻ്റെ വചനത്തിന് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. എത്ര പേര് ആത്മാവിൽ സ്തോത്രം ചെയ്യും? ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി നടക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് പാസ്റ്റർ ഈസ് പ്രീച്ചിങ്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ അധികാരത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? നാം പാടിയില്ലേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, പ്രാർത്ഥിച്ചാൽ അത്ഭുതം കാണും, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണും. അല്ലെങ്കിൽ സ്തോത്രം ചെയ്താൽ ദൈവത്തിന്റെ മഞ്ഞും മഴയും ഇന്ന് പകൽക്കാലം ആലയത്തിൽ ഇറങ്ങും. ആ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗാത്മാവ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഭവിഷ്യാജ് ദൈവാത്മാവിടെ വ്യാപരിക്കുന്നുണ്ട്. പ്രകടമായ രോഗസൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ നടക്കുകയാണ്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ലെന്ന് അവൻ സമ്മതിക്കണതിന്. എൻ്റെ മിടുക്ക്, എൻ്റെ മെഡിക്കൽ സയൻസ്, ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള എൻ്റെ ആശ്രയം, ഇതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ വേണം, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. പക്ഷെ കഴിക്കുന്ന മെഡിസിൻ ശരീരത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ ദൈവം സമ്മതിക്കണം. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആത്മാവിലിരിക്കുന്ന യോഗം. അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ച്. അല്ലെങ്കിൽ യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ് യുവർ ചിൽഡ്രൻ ഓർ ഹൂവർ മേ ബി യുവർ ഫ്രണ്ട്, അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട്, കർത്താവ്, ഈ ദാസൻ, ഈ ദാസിക്ക് ഏതോ ഒരു രോഗത്തിൻ്റെ വിഷയത്തിൽ കുടുംബത്തിന് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ തനിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ കേട്ട വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം അയച്ച് നിൻ്റെ ദാസിയെ സൗഖ്യമാക്കണം, നിൻ്റെ ദാസനെ സൗഖ്യമാക്കണം. പ്രാർത്ഥിച്ചു ശക്തമായി. കാരണം നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വല്ലാത്ത വ്യത നീ ഇന്ന് രാവിലെ അനുഭവിക്കുമെന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സൗഖ്യമാക്കാൻ പോകുകയാണ്. അത് മനസ്സ് കലക്കിയിട്ട് അലളിയ കൈയടിച്ച് ആരാധിക്കുവാൻ കഴിയാതെ, സ്വാതന്ത്ര്യത്തോടെ ശരീരം വിട്ടുകൊടുക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലും വീടും മാറി മാറി അലഞ്ഞിട്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി, ഹല്ലേലൂയ, വീടിനകത്ത് കൊണ്ട് ഫയലിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് മാറി തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഡോക്ടേഴ്സ് പതറി നിൽക്കുമ്പോൾ, മെഡിസിനുകൾ മാറി നോക്കിയിട്ട് സൈഡ് എഫക്റ്റുകൾ മാത്രം കൊണ്ട് നീ കലങ്ങിയിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവദാസ, നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവദാസി, നിൻ്റെ മേലുള്ള അഭിഷേക നിമിത്തം നീ ആരുടെ കരം പിടിച്ചിരിക്കുന്നോ അവരുടെ മേലോ അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേലോ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്താൽ അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ രോഗ ആത്മാവ് ശരീരം വിട്ട് പുറത്തു പോവുകയാണ്. ഒരു നല്ല വാർത്ത, എ ഗുഡ് റിപ്പോർട്ട്. ഇന്ന് പകൽക്കാലം ഡോക്ടർമാർ എഴുതിയ ചിലതിനെ ഓവർ റൈറ്റ് ചെയ്യുന്ന ഒരു വെളിപ്പാട് ഞാൻ ആത്മാവിൽ കാണുന്നു. ഗോഡ് ഈസ് മേക്കിംഗ് ആൻ ഓവർ റൈറ്റിംഗ്. ഇന്ന് പകൽക്കാലം സർജറി കുറിച്ചിരുന്ന ഡേറ്റുകൾ തട്ടിമാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു കരം ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് വരിക. എത്ര പേരത് വിശ്വസിക്കുന്നു? റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. 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 യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവിടെ അവൻ സമ്മതിക്കുകയാണ്, എൻ്റെ അധികാരം ഒന്നുമില്ല, ഞാൻ യോഗ്യനല്ല. ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടാൽ ഉടനെ പറഞ്ഞോണം, ഐ ആം നോട്ട് വർത്തി. ഹല്ലേലൂയ. മൂന്നാമത് നമുക്കറിയാവുന്ന ഒരു മനുഷ്യൻ, ഒന്ന് ഹല്ലേലൂയ
പ്രൈസ്കോടലിൽ ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയായി പൗരോഹിത്യത്തിൻ്റെ ഹല്ലേലൂയ തേജസ്സിൻ്റെ നിയമങ്ങളുടെ യാഗപീഠത്തിൻ്റെ നേർച്ചകളുടെയൊക്കെ പ്രതിനിധിയായി നിന്നുകൊണ്ട് യോഹന്നാൻ പറയുന്നു, സകല ന്യായപ്രമാണങ്ങളും സകല അധികാരങ്ങളും പൗരോഹിത്യങ്ങളും വാഴ്ചകളും സകല യാഗപീഠങ്ങളും സകല കാഴ്ചകളോ എന്തുമായിക്കൊള്ളട്ടെ ഒരു യോഗ്യതയില്ല യേശുവിൻ്റെ മുമ്പിൽ വരുവാൻ. രണ്ട് ഹല്ലേലൂയ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. ഉദ്യോഗസ്ഥ വർഗത്തിൻ്റെ അധികാരവർഗത്തിൻ്റെ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രതിനിധി പറയുന്നു, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് ജീസസ് ഇൻ മൈ ഹൗസ്. ഞാൻ യേശുവിനെ സ്വീകരിപ്പോൾ എനിക്ക് യോഗ്യതയില്ല. മൂന്നാമത് യൗവനക്കാരുടെ പ്രതിനിധിയാണ്. ഇന്നത്തെ സ്ട്രെങ്ത് ഓഫ് ദ പ്രസൻറ്റ്, ഊർജത്തിൻ്റെ ചുറുചുറുക്കിൻ്റെ അറിവിൻ്റെ ടെക്നോളജിയുടെ പ്രതിനിധികൾ നിന്നുകൊണ്ട് പറയുന്നു. ലൂക്കോസ് 15-17 നേരത്തെ പറഞ്ഞ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന മകൻ പറയുന്ന, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ. ഞാൻ പറഞ്ഞല്ലോ, കൂലിക്കാരും വേലക്കാരും ബാല്യക്കാരും നമ്മൾ വ്യത്യാസം. അല്ലയ്യ, ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷിക്കുന്നൊരവസ്ഥ മാത്രം എനിക്ക് മതി. ആ നിലയിലേക്ക് തിന്നുകുടിച്ച് ആനന്ദിച്ച് മുതൽ നശിപ്പിച്ചവൻ ഇപ്പോൾ പറയുന്നു, ഐ ആം നോട്ട് വർത്തി. ഹല്ലേലൂയ. ഇത് പറയണം യൗവനക്കാർ. ഈ കാലഘട്ടത്തിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ പ്രസൻറ്റ്, എൻ്റെ മസിൽ പവർ കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് യു നോ നത്തിങ് എന്നൊക്കെ പറയുന്ന ഈ ജനറേഷൻ അല്ലെ സമ്മതിക്കണം. ഹല്ലേലൂയ. ഈ ടെക്നോളജിയും ഈ സിസ്റ്റവും ഒന്നുമല്ലെന്ന്. ഹല്ലേലൂയ. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് നിലനിർത്തുന്ന ആകാശത്തിൻ്റെ പരിമാണം, വിരലുകൊണ്ടെടുക്കുന്ന സമുദ്രത്തിൻ്റെ വെള്ളത്തെ ഹല്ലേലൂയ അതിരുകെട്ടി മണൽ കൊണ്ട് സംരക്ഷിക്കുന്ന, നിലത്തെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന, വെള്ളിക്കോല് കൊണ്ട് ഹല്ലേലൂയ അളവുകളെടുക്കുന്ന, പർവ്വതങ്ങളെ തൂക്കി നോക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ ഒന്നുമല്ലെന്ന് ആധുനിക തലമുറ സമ്മതിക്കണം. ഇനി 3 വിശ്വാസത്തിൻ്റെ പ്രതിനിധികൾ. നമ്മൾ കുറച്ച് നാൾ 4 വർഷം ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് കഴിഞ്ഞ് 2 പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് സഭയിൽ ഒരു 25 വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് തോന്നുക ഞാൻ ആരൊക്കെയാണ്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാട്ടല്ലേ ഒന്ന് കൊരിന്ത്യർ 15:9 അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഹല്ലേലൂയ, അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഐ ആം ദ ലീസ്റ്റ് എമംഗ് ഓൾ ദി അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാർ ഞാൻ ഏറ്റവും ആരാണ്? ചെറിയവനാണ്. എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ട് പൗലോസിന്. എത്ര വയസ്സുണ്ട് പൗലോസിന്? 55. കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസിന് 55 വയസ്സ് പ്രായമുണ്ട്. ഏകദേശം 30-31 വയസ്സിലാണ് താൻ രക്ഷിക്കപ്പെടുന്നത്. 24 വർഷത്തെ സർവീസ് ഉണ്ട് ആർക്കിപ്പം? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടേ? പിണങ്ങിയോ? സന്തോഷമാണ്. നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ട് ആർക്കെങ്കിലും? ക്ഷീണം വരുന്നത് ഒരു കുഴപ്പമില്ല, 1:30 നിർത്തി തരാം, ഒരു കുഴപ്പമില്ല. ക്ഷീണം വരുവാണെങ്കിൽ 1:30 നിർത്താം. ക്ഷീണം ഇല്ലെന്നുണ്ടെങ്കിൽ 2 മണി വരെ പോകും, ഒരു കുഴപ്പമില്ല. അപ്പം നോക്കുക, പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ഐ ആം ദ ലീസ്റ്റ് എമംഗ് ഓൾ ദി അപ്പോസ്റ്റൽ. ഈ വർഷം എവിടെയോ ഈ പ്രസംഗം പ്രസംഗിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വരാത്ത ആൾക്കാരില്ല. ഹല്ലേലൂയ. പാസ്റ്റർമാരോട് ഞാൻ തിരിഞ്ഞു നിന്ന് സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിച്ചോളൂ. കാരണം 3000 പേര് അവിടെ ഇരിക്കുന്നു, 300 പേര് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആരോടാ പറയേണ്ടത്? നോക്കിയപ്പോൾ ഇതാ നല്ലതെന്ന് തോന്നി, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു, ഞാനാണ് ഏറ്റവും ചെറിയവനെന്ന്. നമ്മൾ അങ്ങനെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ ഈ സഭയിലെയും സംഘടനയിലെയും സകല പ്രശ്നവും തീരും. പറയത്തില്ലല്ലോ, ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവൻ. ഞാനോട് കൺവെൻഷന് പ്രസംഗിക്കാൻ നിൽക്കുകയാണ്, സ്ഥലം പറയത്തില്ല. സ്ഥലം പറയാൻ കഴിയാത്ത കുറച്ച് കഴിയുമ്പോൾ ലൈവ് പോയി കഴിയുമ്പോൾ ആ തലവേദനയാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്, സ്റ്റേജ് ഫുള്ളാണ്. അപ്പോൾ വേണ്ട ഒരു കസേരയും കൊണ്ട് ഒരാൾ വരുന്നു പുറകിൽ നിന്ന്. കാരണം പുള്ളിക്ക് ഇവിടെ കസേരയില്ലാത്തതുകൊണ്ട് പുള്ളി അവിടുന്ന് ഒരു കസേര എടുത്തിട്ട് നടന്ന് എവിടെ വരികയാണ്? സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. കാരണം താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മീയം, കയ്യടി, പാട്ട്, പ്രാർത്ഥന. ഇവിടെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ബൈനോക്കുലർ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാഹചര്യമല്ല, നമ്മൾ ചെറിയവരാകണം ദൈവമക്കളെ. അപ്പോസ്തലനായ പൗലോസ് പറയും 55 വയസ്സിൽ ഹല്ലേലൂയ സൂപ്പർ അപ്പോസ്തലാണ്. ഹല്ലേലൂയ രോഗശാന്തി, ഭൂതശാന്തി ഒക്കെ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലൻ പറയാണ്, ഐ ആം ദ ലീസ്റ്റ് എമംഗ് ഓൾ ദി അപ്പോസ്റ്റൽസ്. ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു. നമ്മളെല്ലാ 5 വർഷം ഇങ്ങനെ പഞ്ചവത്സര പദ്ധതി പോലെ നമ്മുടെ ആത്മീയം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. 2024 ഒന്ന് ചെക്ക് ചെയ്യണം. അവിടെ നമ്മൾ വായിക്കുന്നത് സ്തോത്രം എഫേസ്യ ലേഖനം 3:8 എഫേസ്യർ 3:8. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ സ്റ്റേജിൽ നിന്നല്ല താഴോട്ടിറങ്ങി പറയാണ്, ഹല്ലേലൂയ, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ്. ഇപ്പോൾ പൗലോസിന് 60 വയസ്സുണ്ട്. എഫേസ്യ ലേഖനം എഴുതുന്നത് തൻ്റെ 60ാമത്തെ വയസ്സിലാണ്. AD 60-61 കാലഘട്ടങ്ങളിൽ റോമിലെ കാരാഗ്രഹത്തിൽ ഹൗസ് അറസ്റ്റിൽ ഇരുന്നു കൊണ്ട് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഐ എം ദ ലീസ്റ്റ് എമംഗ് ഓൾ ദ സെയിൻസ്. പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ വിശ്വാസികളുടെ അടുത്ത് പോയി ഇന്നലെ ആരാ ചെറുത്? ഞാനാ ചെറുതെന്ന് പറയണം. അപ്പോൾ എല്ലാവരും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അയ്യോ, ഈ സിസ്റ്ററിനെക്കാട്ടി ഞാനാ ചെറുത്, ഈ ബ്രദറിനെക്കാട്ടി ഞാനാ ചെറുത്. നമുക്ക് ഒരു അഹങ്കാരം നമ്മുടെ അകത്ത് വരത്തില്ല. ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് 65ാമത്തെ വയസ്സിൽ അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസിന് വയസ്സ് 65. 1 തിമത്തിയോസ് 1:15 പൗലോസിൻ്റെ അടുത്ത ഹല്ലേലൂയ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ പറഞ്ഞു, ഞാൻ എല്ലാ പാസ്റ്റർമാരെക്കാട്ടും ഞാനാണ് ചെറുത്. ഇപ്പോൾ പറഞ്ഞ ഞാൻ വിശ്വാസികളെക്കാട്ടി ചെറുത്. ഇപ്പോൾ പറയാം, ലോകത്തിലോട്ട് ഇറങ്ങി നിന്നാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാട്ടിലും ആരാ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം തീരും, സഭയിലെ പ്രശ്നം തീരും, എല്ലാ പ്രതിസന്ധിയും തീരും. പൗലോസ് പറയുകയാണ്, ഞാൻ യോഗ്യനല്ല. എന്തെങ്കിലും ആകുന്നത്, ദേവദാസന്മാരോട് ഓർപ്പ്, ഞാൻ ആകുന്ന കൃപയാലാകും. ഈ ഒരു പദം ആദരത്തിൽ നിന്ന് വിട്ടുമാറരുത്. ജോലി കൃപയാലാകുന്നു, ആരോഗ്യം കൃപയാലാകും. പൗലോസ് ഇടയ്ക്കൊന്ന് പറയാൻ ശ്രമിച്ചു, എഴുതി വെച്ചു, എങ്ങനെയല്ല, ഞാൻ എല്ലാവരെക്കാൾക്കുള്ള അധ്വാനിച്ചു, ഏറ്റവും അടി കൊണ്ടു, ഏറ്റവും അല്ലെ നിന്ദി അനുഭവിച്ചു, കപ്പൽ ക്ഷേത്രത്തിലകപ്പെട്ടു. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് ഇഷ്ടതൊക്കെ പറയാം, ഏറ്റവും ഏറ്റവും ഏറ്റവും. പക്ഷേ ഇത് മാത്രമേ ഉള്ളായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടന്നേനെ, ഞാൻ ഏറ്റവും. പക്ഷേ അതോട് ചേർത്ത് പരിശുദ്ധ പറഞ്ഞൊക്കെ ഇരിക്കട്ടെ, അതിൻ്റെ താഴെ ഇതും കൂടെ നീ ആഡ് ചെയ്യണം, എങ്കിലും ഞാൻ ആകുന്നത് കൃപയാലാകും. ഐ ആം വാട്ട് ഐ ആം ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇതുകൂടെ ചേർത്ത് പറഞ്ഞു, എന്ത് വേണമെങ്കിലും സാക്ഷ്യം പറഞ്ഞോ, പക്ഷെ കൃപയാലാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കും കഴിവൊന്നും അല്ലെന്നേ, കൃപയാലാകുന്നുവെന്ന് ചേർത്ത് പറയുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും വിഷമമാണ്. എന്തോ ഒരു നാണക്കേട്, ഇവനെന്തോ ഈ പ്രാർത്ഥിച്ച് പിടിപ്പിക്കുന്നത്. കർത്താവേ, രാവിലെ എന്നെ സഹായിക്കണേ, കർത്താവ് എന്നെ തൊടണമേ, ഇടപെടണമേ, കർത്താവേ തരണമേ, ഇതെല്ലാം തരുന്ന ദൈവമാണ്. രാവിലെ ആരെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരോട് പറഞ്ഞു വിടാറുണ്ട്, മക്കളെ, പ്രത്യേകിച്ചും മമ്മി ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, മോനെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുമ്പോൾ ശ്വാസം വലിക്കാൻ മറന്നു പോകല്ലേ. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. നീ ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ മാത്രം നീ ഓർത്തോണം ശ്വാസം വലിക്കാനേ. ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തമ്പുരാൻ തരികയല്ലേ. ഇവിടെ ഇരുന്നുകൊണ്ട് ശ്വാസം വലിക്കുന്നില്ല. ഈ ആഹാരത്തെക്കാട്ടിൽ അല്ലെങ്കിൽ ഈ വെള്ളത്തെക്കാട്ടിൽ, വസ്ത്രത്തെക്കാട്ടിൽ, പാർപ്പിടത്തെക്കാട്ടിൽ, ജോലിയെക്കാട്ടിലൊക്കെ അത്യാവശ്യം എന്താ? ശ്വാസമാണ്. ഇതാരെങ്കിലും ചോദിച്ചിട്ടാണ് തമ്പുരാൻ തന്നത്? ഇതകത്തോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് വിടാത്തപ്പോഴാണ് ശവമെന്ന് വിളിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും കാലത്ത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മണ്ണ് വിട്ടു പോയെന്ന് പറയുന്നത്. അപ്പം ഈ ശ്വസിക്കാനൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടുമില്ല, ഒരു സ്കൂളിലും പോയിട്ടുമില്ല. ചോദിക്കാതെ ദൈവം ഏറ്റവും അത്യാവശ്യമുള്ളത് തന്നപ്പോൾ തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റും? 150-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനമാക്കി എന്താണെന്നറിയോ? 150-ാം സങ്കീർത്തനം അങ്ങനെ എഴുതി അവസാനിപ്പിക്കുന്നത് വർഷിപ്പിനെ കുറിച്ചാണ്. സങ്കീർത്തനം 150 തന്നെ ആര് വർഷിപ്പ് ചെയ്യണം, എവിടെ വർഷിപ്പ് ചെയ്യണം, എങ്ങനെ വർഷിപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു വന്നിട്ട് എങ്ങനെ അത് ആശീർവാദം പറയുന്നത്? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ആ ഒറ്റ റീസൺ മതി ആരാധിക്കാൻ. എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത് പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഇവിടെ വന്നിരുന്നു കൊണ്ട് പാട്ട് പാടാൻ തോന്നത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് ശ്വാസം അകത്തോട്ട് വലിച്ചിട്ട് രാമൻ പറഞ്ഞേക്കണം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഇനി എനിക്ക് പാടാൻ ആരോഗ്യമില്ലെന്ന് തോന്നുമ്പോൾ ശ്വാസം ഒന്ന് പുറത്തോട്ട് വിട്ടിട്ട് ജീവനുണ്ടല്ലോ സ്തോത്രം. അത് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കാരണം തേടി നടക്കണ്ട, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കണം. അപ്പം യോഗ്യതയില്ലെന്ന് സമ്മതിക്കണം ദൈവസന്നിധി വരുമ്പോൾ. യോഹന്നാൻ എന്തുകൊണ്ടാണ് എനിക്ക് യോഗ്യതയില്ല? യോഹന്നാൻ പറഞ്ഞ പദം ഇതാണ്, അവകാശ കൈമാറ്റം അല്ലെങ്കിൽ നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. യേശു ആരാന്ന് അറിയാത്തത് കൊണ്ടാണ്. നമുക്കറിയാവുന്ന യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കടൽ മീതെ നടന്നു, കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, കുരുടനെ സൗഖ്യം, ചെറുടനെ സ്നേഹിച്ചു. ഇതൊക്കെ നമുക്കറിയാവുന്ന യേശു. നമുക്കറിയാവുന്ന യേശു ഇതിനപ്പുറത്തുള്ള യേശുവാണ് കേട്ടോ. ഹല്ലേലൂയ. ആവശ്യം നടത്തി തരുന്ന ഹല്ലേലൂയ റേഷൻ കടക്കാരനല്ല യേശു. അതൊരു ഭാഗം മാത്രമാണ്. നമ്മുടെ യേശു വീണ്ടെടുപ്പുകാരനാണ്. നിങ്ങൾ എവിടെയായിരുന്നു? പാപത്തിന് അഗാധ കൂപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. പൊന്നിനും വെള്ളിക്കും വിലയേറിയ രക്തങ്ങൾക്ക് മാത്രമല്ല, ഈ അഖിലാണ്ടം മുഴുവൻ തീരെഴുതി കൊടുത്താലും മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് നീതി വിധി എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മണ്ണായി മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ ഉയർത്തി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനാ ഇന്ന് രാവിലെ ഇവിടെ നിന്നുകൊണ്ട് നന്ദി പറയേണ്ട ദൈവമക്കളെ. ദേവദാസന്മാർ ആ പാട്ടൊക്കെ പാടിയപ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയായിരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് വാട്ട് വി ഹാവ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ടല്ല നമ്മൾ നന്ദി പറയുന്നത്, നമ്മളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിനായി. രക്ഷദാനമോ എത്ര മാധുര്യം, എന്നെ വീണ്ടതോ എത്ര ആശ്ചര്യ. രക്ഷദാനമോ എത്ര മാധുര്യ, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നീയായി. നന്ദി പറഞ്ഞു വേണം കർത്താവിന്. രാവിലെ എഴുന്നേറ്റ വീണ്ടെടുപ്പിനാണ് ദൈവമക്കൾ സ്തോത്രം പറയണം. അപ്പം
ഈ യോഹന്നാന് വെളിപ്പാട് കിട്ടി യേശു ആരാണെന്ന്. യേശു ആരാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ കുറയണം അവൻ വളരെയണം. സ്തോത്രം. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എവിടെങ്കിലും കുറയാൻ താല്പര്യമുണ്ടോ? പ്രൈസ് കടലിയ ദൈവസാന്നിധ്യം വെളിപ്പെട്ടാൽ മോശയെ ഈ ചെരുപ്പിനി നിനക്ക് ഇടാൻ പറ്റത്തില്ല. യു നീഡ് ടു ഹാൻഡ് ഓവർ യുവർ സാൻഡൽ വിത്ത് മീ. നിൻ്റെ അധികാരത്തിൻ്റെ, അവകാശത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, പ്രിജുഡൈസിൻ്റെ ഒക്കെ ആ സാൻഡൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മാറണം. ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ സഭയിൽ അല്ലിയ നമ്മുടെ ചർച്ചിൻ്റെ അല്ലിയ സഭയെക്കുറിച്ച് അറിയപ്പെടാൻ പോകുന്നത് ഏക മനസ്സും ഏക ശരീരവും ഏകഭാവമുള്ളവർ. ഇതൊക്കെ ഞാൻ കൊലോസി ലേഖനത്തിലും എഫെസി ലേഖനത്തിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏകഭാവം പൂണ്ട് ഏക മനസ്സുള്ളവരെ ഒരേ ആത്മാവിൽ ഒരു അപ്പത്തിൻ്റെ അവകാശികളെ ആരാധിക്കുന്ന നിങ്ങളെ കണ്ടാൽ ഒറ്റ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പാലില്ല നമുക്ക് ഒരു വ്യത്യാസം, പ്രായ വ്യത്യാസം, വലിപ്പ വ്യത്യാസം, സാമ്പത്തിക വരുമാന വ്യത്യാസം, നിറവ്യത്യാസം ഒന്നും നമുക്ക് കാണത്തില്ല. നമ്മളെല്ലാം ഒരു ശരീരത്തിൻ്റെ. അല്ല, നിങ്ങളുടെ തലയ്ക്കാണോ കൈക്കാണോ പ്രായം കൂടുതൽ? എൻ്റെ കൂടുതലുണ്ട് എല്ലാവർക്കും. കാലിനാണോ അല്ലെങ്കിൽ ഈ വിരലിനാണോ പ്രായം കൂടുതൽ? കേട്ടില്ലല്ലോ. എല്ലാം ഒരേ പ്രായമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും എന്ത് പ്രായമാണ്? ഒരേ പ്രായമാണ്. അപ്പോൾ പാസ്റ്റേ ഞാൻ 60 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടാണല്ലോ, ഞാൻ 40. അതൊന്നും കർത്താൻ വിഷയമില്ല. കാട്ടൊലിവിനെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചിട്ട് നാട്ടൊലിവിൻ്റെ സൽഭാവങ്ങൾക്ക് നിങ്ങളെ അവകാശമാക്കി ക്രിസ്തുവിൽ മുൻ നിയമിച്ചു. അല്ലെങ്കിൽ ഇന്നലെ രക്ഷിക്കപ്പെട്ടവനും 20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവനും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ മക്കളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്ന പോലെ 5 വയസ്സിലും 15 വയസ്സിലും 20 വയസ്സും പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മക്കൾക്കെല്ലാം ഒരേ സ്ഥാനം പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഏകഭാവം പൂണ്ട് ഏക മനസ്സിൽ ഏക ആത്മാവിൽ ഒരുക്കത്തോടെ ദൈവത്തെ ആരാധിക്കണം. വലിപ്പ വ്യത്യാസം, വേറെ കൃത്യങ്ങളൊന്നും സഭയിൽ പാടില്ല. ഇനി പക്വത വ്യത്യാസമുണ്ട്, അത് നമുക്കിടെ പഠന വിഷയമല്ലല്ലോ. അപ്പോൾ യോഹന്നാൻ യേശുവിനെക്കുറിച്ച് വെളിപ്പാട് കിട്ടി. 5 വെളിപ്പാടാണ് കിട്ടിയത്. 5 എണ്ണം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പ് മാറണമല്ലോ, അല്ലേ? 5 വെളിപ്പാട് കിട്ടി. യോഹന്നാന് യേശു ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞത് ഞാൻ കുറഞ്ഞോട്ടെ, ആര് വലുതായാൽ മതി. 1 യോഹന്നാന് കിട്ടിയ വെളിപ്പാട് യോഹന്നാൻ 1:29 ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. കടന്നു പോകുന്ന യേശുവിനെ നോക്കി പറയണം, യേശു ആരാണ്? പാപം മോചിക്കുന്നവനാണ്, വീണ്ടെടുപ്പുകാരനാണെന്ന വെളിപ്പാട് കിട്ടിയാൽ നമ്മൾ തന്നെ കുറയും. ഞാൻ ഒന്നുമല്ല എന്നെ വീണ്ടെടുത്തത്, അല്ലേ? എന്നെ വീണ്ടെടുത്തത് യേശുവിൻ്റെ രക്തമാണ് എന്ന വെളിപ്പാട് നമ്മളെ ചെറുതാക്കും ദൈവസന്നിധിയിൽ. 2 യോഹന്നാന് കിട്ടിയ രണ്ടാമത്തെ വെളിപ്പാട് മത്തായി 3 എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ 16-17 വാക്യമാണ്. യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട്. ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ, ഇവന് ചെവി കൊടുക്കുമെന്ന് അല്ലെ യോഹന്നാന്. അല്ലെങ്കിൽ ആകാശം തുറന്ന് യേശുവിൻ്റെ സ്നാനശേഷം ഒരു ശബ്ദം കേൾക്കുകയാണ്, യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട്. 3 കിട്ടിയ വെളിപ്പാട് യേശു ബലവാനാണെന്ന വെളിപ്പാടാണ്. അത് ലൂക്കോസ് 3:16 എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാണ്. ഇനി അടുത്ത കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് സ്തോത്രമല്ലിയ യേശുവിനെക്കുറിച്ച് പറയുകയാണ്, പരിശുദ്ധ, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉണർവിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന നടത്തില്ല. ഞാൻ പാർക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വീടുള്ള ബാംഗ്ലൂർ പട്ടണത്തിലൊരു ഉണർവിൻ്റെയൊക്കെ ഒരു നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഉണർവ് നടക്കുന്നതൊക്കെ ഉണ്ട്. അതിനകത്ത് എന്തോ ഫയറാ? നിങ്ങൾ കണ്ടോയെന്നറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചു. നിങ്ങൾ എന്തോ ഫയറാ? അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ ചോദിക്കുന്നത് എനിക്കറിയാൻ വേണ്ട. അപ്പം എന്നെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കേണ്ട, പാസ്റ്റർ ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തണം, വെറുതെ എന്തിനാ വഴിയെ പോകുന്ന തല്ല് വായിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. കാരണം എന്നോട് പറയും, ഞാൻ പണ്ടൊക്കെ വിവാദങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കും, ഇപ്പം അതിനൊന്നും പോകാറില്ല. നമുക്കറിയാവുന്ന കാര്യം. എന്തിനാണ് നമ്മൾ ഇനി നാട്ടിലുള്ള കള്ളനോട്ടെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കള്ളനോട്ടാണെന്ന് ക്ലാസ് എടുക്കുന്നതിന് നല്ലത് ഇതാണ് നല്ല നോട്ടെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പ്രൈസ് കോഡല്ലേ? അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യങ്ങൾ. അല്ല നാട്ടിലുള്ള കള്ളനോട്ടൊന്നും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ $15 കള്ളനോട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ കാണാത്തത്? അത് ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് ഒറിജിനൽ എന്തോ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സാത്താൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശുവിന് എന്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. പിശാചിന് ഇതാണ് പിശാചിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഇറക്കാറുണ്ട്. ഇല്ല, കാരണം അതെന്താ സാധനം? അത് കള്ള, വെറും ഒറിജിനലി അത് ഡ്യൂപ്ലിക്കേറ്റാണ്. അല്ലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലാത്ത. അപ്പം എന്നോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് പാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം. അപ്പം ഈ തീ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണോ? തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു വാക്ക് നിങ്ങളെങ്കിലും ഒരു തെറ്റിദ്ധാരണ. എനിക്ക് കിട്ടിയൊരു വെളിപ്പാട് പറഞ്ഞങ്ങ് പോവുകയാണ്. എന്താണ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഫയർ? നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഫയർ എന്നൊക്കെ കേൾക്കുന്നത്?
ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തീ ഇവിടെ ഇറങ്ങട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ രണ്ട് തരത്തിലാണ്. എന്നാൽ എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ ഇതോടെ ചേർത്ത് പറയണം. ഒരു ദൈവസഭ ആയതുകൊണ്ടും ഇതിനകത്തൊക്കെ നിങ്ങൾ ടോസ്റ്റ് ബിറ്റ്വീൻ ദീസ് 2 തിങ്സ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എനിക്കിട്ടൊരു വെളിപ്പാട് പറയുകയാണ്. തീയെക്കുറിച്ച് നല്ല അർത്ഥത്തിലെടുത്താൽ മതി, എന്നാലല്ലേ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടരുത്. പരിശുദ്ധാത്മാവുള്ള അഭിഷേകം, തീയുടെ അഭിഷേകം എന്ന് അവിടെ പറയുന്നുണ്ടെങ്കിൽ ന്യായവിധി മാത്രമല്ല, തീയുടെ 3 ഗുണങ്ങൾ അത് പറഞ്ഞു കഴിയുമ്പോൾ തെറ്റിദ്ധാരണ എല്ലാം മാറും. അതാണെങ്കിൽ ഇത് ശരിയാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 3 കൺവിക്ഷൻ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 3 ബോധ്യം? പാപബോധം, നീതിബോധം, ന്യായവിധി ബോധം. എവിടെ ആത്മസാന്നിധ്യം വെളിപ്പെടുന്നോ അവിടെ പാപബോധം ഉണ്ടാകണം, നീതിബോധം ഉണ്ടാകണം. അല്ലാതെ കാറും വീടും ലോറിയും കിട്ടുന്ന കാര്യമല്ല ആത്മനിറവെന്ന് പറയുന്നു. അല്ല, പ്രസംഗിക്കുന്നവൻ്റെ കയ്യെ തൂങ്ങിക്കിടക്കുന്ന അല്ല ആത്മനിറവെന്ന് പറയുന്നത്. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചാടിക്കറി പിടിക്കുന്നതല്ല എന്ത് ആത്മനിറവ്. കാരണം യോഹന്നാൻ പറയുക, ഞാനല്ല യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ആത്മസ്നാപകൻ യേശുവാണെന്ന വെളിപ്പാടാ യോഹന്നാനെ ചെറുതാക്കിയത്. ഇവൻ ഏലിയാവാണ്, ഇവൻ ഇരമിയാവാണ്, ഇവൻ വലിയവനാണെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും മൂക്കത്ത് വിരൽ വെച്ച് യോഹന്നാനെ നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുമല്ല, കാരണം എനിക്ക് ആർക്കും ആത്മാവിനെ കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാം, ആത്മാവിനെ കൊടുക്കുന്നവൻ യേശുവാണ്. ഈ വെളിപ്പാടകത്ത് വരണം. അവൻ നിങ്ങളെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും. എന്താണ് ഈ തീ കൊണ്ടുള്ള സ്നാനം? തീയുടെ 3 ഗുണങ്ങളാണ്. സിമ്പിൾ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പാപബോധം, നീതിബോധം, ന്യായവിധി ബോധത്തിൻ്റെ പേരാ തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത്. തീക്ക് അല്ലെങ്കിൽ ഫയറിന് 3 ഗുണങ്ങളാണ്. ഒന്ന്, തീ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഫയർ വരുമ്പോൾ എന്ത് കാണും? ഇറ്റ് വിൽ എക്സ്പോസ് തിങ്സ്. പാപബോധം ഉണ്ടാക്കുന്നത്. ഇവിടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് നിങ്ങളിരുന്ന് ഉറങ്ങി ആരും കാണത്തില്ല. ലൈറ്റൊന്നും ഇട്ട് കഴിഞ്ഞാൽ ആര് തൂങ്ങിയാലും ആർക്ക് കാണാൻ പറ്റും? ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും. ഫയർ കൊണ്ടുണ്ടാകുന്ന 1ാമത്തെ ഗുണം വെളിച്ചമാണ്. ദ ഫയർ എക്സ്പോസ് ദ ഹിഡൻ തിങ്സ്. സകലവും അവൻ്റെ മുമ്പിൽ നഗ്നം. അപ്പോൾ ആത്മവ്യാപാരം, തീയുടെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപം വെളിപ്പെട്ടു എന്നാണ്. 2, അല്ലെങ്കിൽ ഫയർ ഗീവ്സ് എ സെൻസിറ്റിവിറ്റി. അല്ലെങ്കിൽ നമുക്ക് സ്പർശനബോധം ഉണ്ടാകും. എത്ര ഉറക്കത്തിലാണെങ്കിലും തീ ഒന്ന് കയ്യിലോട്ടൊന്ന് പൊള്ളിയാൽ നമ്മൾ ചാടി എഴുന്നേറ്റ് എവിടെ വന്നതെന്ന് നീതിബോധം എന്ന് പറയുന്നത്. തെറ്റ് ഏതാ ശരി ഏതാണെന്ന് യു വിൽ ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ നിങ്ങൾ വിധേയപ്പെടുത്തും. ഞാനൊരു വാക്ക് പറയുമ്പോൾ ഇത് ശരിയാണോ, ഭാര്യയോട് പറഞ്ഞത്, ഭർത്താവിനോട് പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ റീസൺ ചെയ്ത് ലോജിക്ക് ശരിയായിരിക്കും, പക്ഷേ ദൈവഹിതമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ആത്മനിറവിലാണ്. 3, തീയുടെ 3ാമത്തെ പ്രത്യേകതയാണ് കൺസ്യൂമിങ് പവർ. ദഹിപ്പിച്ച് കളയും. എവിടെങ്കിലും വന്നാൽ ആവശ്യമില്ലാതാണ് എന്ത് ചെയ്യും? അതിനെ ദഹിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ 3ാമത്തെ ബോധ്യമാണ് ന്യായവിധി ബോധം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്. ഇനി നിങ്ങൾ തീയുടെ അഭിഷേകം എന്ന് കേട്ടാൽ എൻ്റെ ഒരു വെർഷനാണ്. നിങ്ങൾക്ക് ബോധ്യം വന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പാപബോധം ഉണ്ടാകും, നീതിബോധം ഉണ്ടാകും, ന്യായവിധി ബോധം ഉണ്ടാകും. അല്ലാതെ യാതൊരു ബോധവും ഇല്ലാതെ ചാടുന്നതല്ല അല്ലേ ഫയർ അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യേശു ആരാണ്? ആത്മസ്നാനം തരുന്നവനാണ്. ഒരു ദൈവദാസൻ തലേ കൈവെക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് അഭിഷേകം കിട്ടുന്നത്. നിയോഗം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവരെ ആത്മാവിന് വേണ്ടി ദാഹിക്കുവാൻ ഒരുക്കുന്നു. ദൈവസഭയ്ക്കകത്ത് തുടർമാനമായി കാത്തിരിപ്പിക്കാൻ നടത്തണം. ഐ പ്രാക്ടീസ് ദാറ്റ് ഇൻ അവർ ചർച്ച്. അല്ലെങ്കിൽ വർഷിപ്പിൻ്റെ സമയത്ത് മലയാളം ബിഫോർ ദ കോവിഡിൻ്റെ സമയത്ത് അയലിലൊക്കെ രോഗികൾ ഇറങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് 10-20 പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം പോയി തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അത് കോവിഡിൻ്റെ സമയത്ത് പിന്നെ എല്ലാവരും കൂടെ അടുത്തൊക്കെ ഇരിക്കുന്ന ഫാമിലി സെറ്റപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റി. പിന്നെ ഞങ്ങളത് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം പാട്ട് പാടുമ്പോഴോ ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോഴോ പ്രാർത്ഥന ആവശ്യമുള്ളവർ ചർച്ചിൻ്റെ അയലിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറയും. ദൈവദാസന്മാർ പോയി തലേക്ക് വെച്ച് പ്രാർത്ഥിക്കും. വർഷിപ്പിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളോട് പറയും, മുന്നിൽ വന്ന് നിൽക്കാൻ പറയും. ഒരു ചടങ്ങിന് വേണ്ടിയല്ല, ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുമ്പോൾ എവിടെങ്കിലുമൊക്കെ ദൈവം അവരെ തൊടുവന്നേ. Once they leave the pew and come and stand in the front when we sing together, worship the Lord. അടുത്ത് നിൽക്കുന്നവൻ്റെ കൈയടി കണ്ടെങ്കിലും ഈ ആളുടെ കൈയടിക്കും. അവർ കണ്ണടയ്ക്കുന്ന കണ്ട് ഇവരോടെങ്കിലും കണ്ണടയ്ക്കും. നിർബന്ധമാണേലും വേണ്ടി, ഒരു ചടങ്ങാണേലും വേണ്ടിയില്ല, ഒന്ന് എൻകറേജ് ചെയ്തിട്ട് ദൈവസഭയുടെ മുഖച്ഛായ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ എംബ്രേസ് ചെയ്ത് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ. ഒരു റിവൈവലിന് വേണ്ടി നാം കഴിഞ്ഞ ദിവസം ഇന്നലെ വായിച്ചല്ലോ, ഏലിശ ഹല്ലേലൂയ മുറിക്കകത്തൂടെ കയറിയിട്ട് ശൂനേംകാര്യത്തോടെ മകൻ്റെ തൻ്റെ വായ് ബാലൻ്റെ വായുടെ മേലും തൻ്റെ കൈ ബാലൻ്റെ കൈയുടെ മേലും തൻ്റെ കണ്ണ് ബാലൻ്റെ കണ്ണിൻ്റെ മേലും വെച്ചു. അപ്പോൾ ആ ശരീരത്തിന് ചൂട് പിടിച്ചെങ്കിൽ ഇന്ന് രാവിലെ എനിക്കൊരു ഉറപ്പാ, അത്ഭുതം കണ്ട നിൻ്റെ അതരം കൊണ്ടൊരു ദൂത് ഈ നിർജീവത്തോട് പറഞ്ഞാൽ അതിന് ജീവൻ വെക്കും. അത്ഭുതം കണ്ട ഈ കണ്ണുകൾ കൊണ്ട് നിർജീവത്തെ നോക്കിയാൽ അതിന് ജീവൻ വെക്കും. അത്ഭുതം അനുഭവിച്ച കരം കൊണ്ട് ചിലരെ ഒന്ന് തൊട്ടാൽ അവർ ചലിക്കാൻ തുടങ്ങും.
അത്ഭുതത്തിൻ്റെ ചൂട് കൊണ്ട് നടക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ, വാക്കുകൾ, പ്രാർത്ഥനകൾ നിർജീവമായ ചില യൗവനക്കാരെ ഇന്ന് പകൽക്കാലം വീണ്ടും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ടെന്ന് ദൂത് പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുക്കും? എനിക്ക് ഈ സഭയിലൊരു ശുശ്രൂഷയുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിലൊരു മിനിസ്ട്രിയുണ്ട്, എനിക്ക് എൻ്റെ ജോലിയിലൊരു മിനിസ്ട്രിയുണ്ട്. ചില നിർജീവത്വങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ആത്മാവിൻ്റെ വ്യാപാരം ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ എന്ന് വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ കൺഫസ് ചെയ്ത് ഏറ്റു പറഞ്ഞാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മസ്നാനം നൽകുന്നത് യേശുവാണെന്ന വെളിപ്പാട് യോഹന്നാനെ എളിയവനാക്കി ഞാൻ ചെറുതാകണം. യേശുവിൻ്റെ ഹല്ലേലൂയ 5-ാമത്തെ കിട്ടിയ വെളിപ്പാട് 3 സ്തോത്രം ഹല്ലേലൂയ 17-ാം വാക്യമാണ്. അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കള തീയിലിട്ട് ചുട്ടുകളയുന്ന യേശുവാണ്. സ്തോത്രം. ഒടുവിലായി യേശു മണവാളനാണെന്നുള്ള വെളിപ്പാടാണ് യോഹന്നാനെ കിട്ടിയത്. മണവാളൻ കൂടെ ഉള്ളത് കൊണ്ട് മണവാളനാണ് യേശു, മണവാളനായ ക്രിസ്തു. ഈ ഒരു വെളിപ്പാടാണ് ആരെ ചെറുതാക്കിയത്? യോഹന്നാനെ ചെറുതാക്കിയത്. ഞാൻ മടങ്ങി ഇനിയും നമ്മുടെ ഭാഗത്തേക്ക് വരികയാണ്. 2 കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. ഇവിടെ എൻ്റെ അവകാശ കൈമാറ്റം നടത്തുകയാണ്. ഇന്ന് പകൽ എന്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും? മോശയോട് പറയുന്ന 2 കാര്യങ്ങളും വേറെ 2 പദം കൂടെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ അധികം ഇരുത്തി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ ആ മോശയോട് ദൈവം ചോദിക്കുന്നത്, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ അഗ്നിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മോശയോട് ദൈവം ചോദിക്കുകയാണ്, മോശ നിൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പ്രസംഗമായതുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. മോശ എന്താ പറഞ്ഞു? ഒരു വടിയാണെന്ന് പറഞ്ഞു. വടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അർത്ഥമാക്കേണ്ട 3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു ഓർഡിനറി സ്റ്റിക്ക് അല്ല, ഇതൊന്നൊരു ആട്ടിടയൻ്റെ വടിയാണ്. കഴിഞ്ഞ 40 വർഷമായി അല്ലെങ്കിൽ രാജകുമാരനായിരുന്ന എന്നെ ഒന്നുമല്ലാതാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു നായകനാക്കി മാറ്റി, സിപ്പോറയുടെ ഭർത്താവായി, 2 മക്കളുടെ പിതാവായി, ഒരു ആട്ടിടയനായി നിശബ്ദനായി പോയ കാലഘട്ടം. ആടിനോട് എന്താ പറയാൻ വേണ്ടി? നിശബ്ദനായിപ്പോയ കാലഘട്ടമാണ്. സ്തോത്രമല്ലിയ. ആട്ടിടയൻ്റെ വടിയാണ്. സ്തോത്രമല്ലിയ. അപ്പം ഈ ആട്ടിടയൻ്റെ വടിയാണ് എൻ്റെ പ്രൊഫഷണൽ സ്റ്റാഫാണിത്. എൻ്റെ പ്രൊഫഷണൽ സ്റ്റാഫാണ്. ദിസ് ഈസ് മൈ ഐഡൻറ്റിറ്റി. ഇതിനാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത്. ആട്ടിടയൻ്റെ ഒരു വടിയുണ്ട്, ആ വടിയും കോലും എന്നൊക്കെ പറയുന്നത് എന്നെ ഐഡൻറ്റിറ്റി ചെയ്യുന്ന എൻ്റെ വടിയാണ്. കാരണം എനിക്കിനിയും ഇതിനപ്പുറത്തൊരു ഭാവിയില്ലെന്ന് പറയുന്ന വടിയാണ് ഈ വടി. 2, ഇതൊരു രാജകുമാരൻ്റെ വടിയെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. ഒരു കാലഘട്ടത്തിൽ 40 വർഷക്കാലം മിസ്രൈമിലെ സകല പ്രതാപങ്ങളുടെ തെർത്തുമീസ് രാജകുമാരിയുടെ മകനായി വളർത്തപ്പെട്ട ഞാനാണ്. അന്ന് അധികാരമുണ്ടായിരുന്നു. ഈ വടി കൊണ്ട് എനിക്ക് എന്തും ചെയ്യാമായിരുന്നു. ഇത് അധികാരത്തിൻ്റെ വടിയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെന്തോ ഇല്ല, അധികാരമില്ല. 3, ഇതൊരു കുലപാതകൻ്റെ വടിയാണ്. എൻ്റെ അഡ്രസ്സ് കളഞ്ഞത് ഈ വടിയാണ്. സ്തോത്രം. നിങ്ങൾ ചോദിക്കുകയും 40 വർഷമായിട്ട് ഈ വടിയും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ആത്മീയ വ്യാഖ്യാനം നടത്തുന്നത്, എൻ്റെ പുറകെ വരില്ല അതിന് പറഞ്ഞുകൊണ്ട്. ഈ വടി ഒരു കുലപാതകൻ്റെ വടിയാണ്. കാരണം നല്ല മിടുക്കനായി നടന്ന ഞാൻ ഒരുത്തിനെ അടിച്ചു കൊന്ന് മണൽ മറവ് ചെയ്ത് കൊലപാതകനെന്ന അഡ്രസ്സ് നേടിയെടുത്തിട്ട് മിസ്രൈം വിട്ട് രാത്രിയിൽ ഓടിപ്പോകേണ്ടി വന്നത് ഈ വടി കാരണമാണ്. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, അതുകൊണ്ട് നിലത്തോട്ടെടുത്ത് നമുക്ക് എൻ്റെ റീസൺ അറിയാം. വൈ ഇറ്റ് ബിക്കം ലൈക്ക് ദാറ്റ്. എന്ത് സംഭവിച്ചു? നിലത്തിട്ടപ്പോൾ ഉറക്കെ പറഞ്ഞാട്ട് വടി പാമ്പായി. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിൻ്റെ വടിയിൽ നിൻ്റെ പ്രൊഫഷണലിസത്തെ അല്ലെങ്കിൽ നിൻ്റെ കഴിവിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അശുദ്ധ ശക്തികൾ പുറത്തു വരുന്നത് ദൈവസന്നിധിയിലാണ്. അഗ്നിയുടെ മുമ്പിൽ അവനത് നിലത്തിട്ടപ്പോൾ ആ വടിയിൽ ചുറ്റിയിരുന്ന പാമ്പായി. മോശ അതിനെ കണ്ട് ഭയപ്പെട്ടോടി. എത്ര പ്രാവശ്യം ചോദിച്ചു, ദൈവദാസി ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്, ഇത്രയും കഴിവുണ്ടായിട്ട്, ഇത്രയും ഭാഷയുണ്ടായിട്ട്, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്കൊരു മുന്നേറ്റമില്ല? എന്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് ഈ അതിർത്തിയൊന്നും മുറിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടൊരു വിശാലത വരുന്നില്ല? ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് ഏതെങ്കിലും നുഴഞ്ഞു കയറിയ സർപ്പം നിൻ്റെ ആഗ്രഹത്തിന്മേൽ, നിൻ്റെ അവകാശത്തിന്മേൽ ചുറ്റിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കത്തി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ നീ അതിനെ നിലത്തിടാൻ തയ്യാറായാൽ നിൻ്റെ തലമുറയെ ചുറ്റിയിരിക്കുന്ന, നിൻ്റെ ജോലിയുടെ മേൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന, ശുശ്രൂഷയുടെ മേൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന അഗ്നികളെ, സർപ്പങ്ങളെ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന തരികയാണ്. ഷബാര രഖന മനഹത്തുരാധകന. കൊട്ടാരത്തിൽ സുഖമായി വാഴേണ്ടവൻ, ഇസ്രയേലിൻ്റെ നായകനായവൻ മിദ്യാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നതും അവിടെ ഒളിച്ചു പാർക്കേണ്ടി വന്നതും അവൻ്റെ വടിമേൽ കോപത്തിൻ്റെ സർപ്പം ചുറ്റി, അവൻ്റെ കുടുംബത്തിന് മേൽ ഹല്ലേലൂയ അസൂയയുടെ വടി ചുറ്റി. അത് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾക്ക് വിവേചിക്കാം. നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കി കളഞ്ഞ നിങ്ങളുടെ അധികാരത്തെ, കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെട്ടിടത്തൊക്കെ എന്തോ പിശാചിൻ്റെ പദ്ധതികൾ ചുറ്റി വരിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സമ്മതിച്ചുകൊണ്ട് ഇതൊരു വടിയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ കത്തുന്ന മുൾപ്പടപ്പിന് മുമ്പിൽ ഇട്ടാൽ ഇന്ന് പകൽക്കാലം മറഞ്ഞിരിക്കുന്ന അശുദ്ധ ശക്തികൾ പുറത്തു വരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിൽ സന്തോഷിക്കും? അല്ലല്ലേ, എൻ്റെ തലമുറയുടെ മേൽ കഴിഞ്ഞ 20 വർഷമായി 30 വർഷമായി അവൻ്റെ ബുദ്ധിയുടെ മേൽ, ഭാവിയുടെ മേൽ, കുടുംബ ജീവിതത്തിന് മേൽ, അവൻ്റെ അധികാരത്തിന് മേൽ, അവകാശത്തിൻ്റെ മേൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അശുദ്ധ ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഉഠാഭാരവ ശാധാരാധന വൈഡമാന ഹംദാരാഗാലാമ സത്വരാധന. പ്രവർത്തികളെ ചുറ്റിയിരിക്കുന്ന സർപ്പശക്തികളെ ഇന്ന് പകൽ പിടിച്ചടക്കുവാൻ കൃപ പ്രാപിക്കണം. ഭയപ്പെട്ട് ഓടി ദൈവം പറഞ്ഞു ഓടേണ്ട കാര്യമൊന്നുമില്ല, നീ അതിനെ വാലെ പിടിച്ചെടുത്താട്ടെ, അത് വടിയായി മാറി. സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടും, പാലസിംഹത്തെ പെരുമ്പാമ്പിനെ ചെടിച്ചു കളയും, സർപ്പങ്ങളെ നിങ്ങൾ പിടിച്ചടക്കും എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരിക്കൽ ഇത് വെളിപ്പെട്ടാൽ പിന്നെ ശാസിച്ചോണം. 2, അടുത്ത പദം പറയുന്നു, സ്തോത്രം, മോശയോട് പറഞ്ഞു നിൻ്റെ കൈ എന്ത് ചെയ്യണം? പുട്ട് യുവർ ഹാൻഡ്സ് ഇൻ യുവർ ബോസം. കൈ മാർവിടത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അത് എടുത്ത് അങ്ങോട്ട് കാണിച്ചപ്പം ഉറക്കെ പറഞ്ഞാട്ടെ, പേടി വരുന്നുണ്ടോ? മോശയുടെ ഹൃദയത്തിനകത്തോട്ട് കൈ ഇട്ടപ്പം അതിനകത്ത് നിറച്ചെന്തുവാ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോലും അറിയത്തില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ, അഗ്നിയുടെ മുമ്പാകെ ഇതൊക്കെ പുറത്ത് വരത്തുള്ളൂ. കണ്ടാൽ എന്തോ ഒരു സൗമ്യനാണെന്നറിയാം. ഹല്ലേലൂയ. പച്ചവെള്ളം പോലും ചവച്ചേ കുടിക്കത്തുള്ളൂ. പക്ഷേ അകത്തോട്ടൊന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കണം. സ്തോത്രമല്ലേ. ഇപ്പം ഞാൻ പറയാണ് ഇന്ന് സഭായം കഴിയുന്ന ഉടനെ, സഭായല്ല മീറ്റിംഗ് കഴിയുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്യാത്തൊരു പിക്ചർ എടുക്കണം എന്ന് പറയാം. ഞാൻ പറയാം, എടുക്കുന്നില്ല കേട്ടോ, ചുമ്മാ ചേട്ടോ. എന്തെങ്കിലുമൊക്കെ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മുഖത്തൊക്കെ ഒന്ന് പൂശി എന്തിനു വേണ്ടി റെഡിയാവും? പറഞ്ഞാട്ടെ, പിക്ചർ എടുക്കണം. കാരണം വന്നിട്ട് പിന്നെ പാസ്റ്റർ ചാർജ് ആണ് ഒരു $25 ഉണ്ടെന്ന് പറഞ്ഞ് അതും കൊടുക്കാൻ നിങ്ങൾ എന്താണ് ഒരു കോപ്പി കിട്ടാൻ റെഡിയാണ്. പക്ഷേ കോപ്പി കിട്ടിയപ്പോഴേ അറിഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമ്മളതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? വലിച്ചു കയറി ഉള്ള ആകെയുള്ള ആവേശമൊക്കെ പോകും. പക്ഷേ ഇതിനെക്കാട്ടി $3000 കൊടുത്തെടുത്ത് എത്രയോ പിക്ചർ വീട്ടിലിരിപ്പുണ്ട്. കൊണ്ടുവരാറുണ്ടാരെങ്കിലും? MRI, CT, എക്സ്റേ എന്നൊക്കെ എൻ്റെ പേര്. ഇത് വെറും $10 ഉള്ളു, വെറും $15 ഉള്ളെന്ന് ഇതിന്. പക്ഷേ മറ്റേതിനൊക്കെ $3000 $4000 കോപ്പേയ്മെൻ്റൊക്കെ ചേർത്തായി പറയുന്നത്. പക്ഷേ അത് ആരും എടുത്ത് നോക്കാറേ ഇല്ല, കാണുന്നേ പേടിയാണ്. ഇതാ തമ്പുരാൻ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. പുറമേയുള്ള അമ്മച്ചി പറഞ്ഞു ദിവ്യ സുന്ദരൻ, പക്ഷേ ദൈവം പറഞ്ഞ അകത്ത് കുട്ടമാണെന്ന്. എൻ്റെ കൂട്ടത്തിലുണ്ടേ. ഡാഡിയും മമ്മിയും പറഞ്ഞതല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം. ഹല്ലേലൂയ. പാസ്റ്റങ്ങളും പാസ്റ്റാൻ്റെയും പറഞ്ഞതല്ല റിയൽ നേച്ചർ എന്ന് പറയുന്നത്. വെൻ യു എക്സ്പോസ് യുവർസെൽഫ് ബിഫോർ ദ ഫയർ ഓഫ് ദ ലോർഡ്, യു വിൽ കം ടു നോ എക്സാക്ട്ലി വാട്ട് ഈസ് ഡൊമിനേറ്റിംഗ് ഇൻ യുവർ ഹാർട്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം പറഞ്ഞ കൈ ഒന്ന് മാർവടത്തിട്ടാട്ട് തൻ ഷോ ബിഫോർ മീ. ഒരു ഇല്ലുമിനേറ്റിംഗ് ലൈറ്റിൻ്റെ മുമ്പാകെ, എക്സ്റേ മെഷീൻ്റെ, സ്കാനിങ് മെഷീൻ്റെ, CT സ്കാനിൻ്റെ മുമ്പാകെ വെളിപ്പെടുന്ന പോലെ മോശയുടെ അകത്തെ ആ കോപം, വിദ്വേഷം, ഹല്ലേലൂയ, അടിമത്തത്തിൻ്റെ എല്ലാം തകർച്ചകൾ, ക്ഷമയില്ലായ്മ, പൊറുക്കാൻ പറ്റാത്തത്, ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇതെല്ലാം പുറത്തു വന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു നീ പറഞ്ഞല്ലോ ഇനി ഞാൻ കൈ തിരിച്ചിട്ടാട്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ കൈ കാണിച്ചിട്ട് തിരിച്ചിട്ടപ്പോൾ കൈ പഴയതുപോലെ ശുദ്ധമായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മുമ്പാകെ ഹൃദയം കൈമാറണം. പ്രൈസ് ഗോഡ്. ചെരുപ്പ് മാറുക പ്രവൃത്തികളെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുക. അത് വചനത്തിൻ്റെ പ്രമാണമാണ്. നിൻ്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ അവൻ സാധിപ്പിക്കും. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് താ. ഇന്ന് രാവിലെ ദൈവം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കത്തുന്ന അഗ്നിയുടെ മുമ്പാകെ, ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പാകെ ഉപവാസ പ്രവർത്തനം. ഗോഡ് ഈസ് ആസ്കിങ് മൈ സൺ ഗിവ് യുവർ ഹാർട്ട്. ദാവീദ് ഇതൊക്കെ പറഞ്ഞു, എനിക്കെന്തോ ഒരു കുഴപ്പം, രാജാവല്ല എന്തോ കുഴപ്പം. പക്ഷേ പിന്നീട് നാഥാൻ വന്ന് പ്രവചിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അകത്തിരിക്കുന്ന ഹൃദയം കൊള്ളത്തില്ല. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ്. എനിക്ക് വേണ്ട ഈ ഹൃദയം പാപമുള്ള, വ്യഭിചാരമുള്ള, മോഹമുള്ള, കുലപാതകമുള്ള, അസൂയുള്ള, പകയുള്ള, പിണക്കമുള്ള ഹൃദയം എനിക്ക് വേണ്ട. എന്നെ ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ് ആൻഡ് റിന്യൂ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. കർത്താവെ, കർത്താവെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് വിട്ടുമാറാത്ത ഒരു ആത്മസാന്നിധ്യം എൻ്റെ അകത്ത് തരണമേ. എനിക്ക് പാട്ട് പാടുമ്പോൾ മാത്രം അന്യഭാഷ പറഞ്ഞാൽ പോരാ, പുറത്തോട്ടിറങ്ങിയാലും എനിക്ക് അന്യഭാഷ പറയണം. കർത്താവെ, അല്ലെങ്കിൽ സ്റ്റഡ് ഫാസ്റ്റ് സ്പിരിറ്റ്. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് വേണേലും എടുത്തോ. 54 സംഘത്തിൽ തന്നെ എന്ത് വേണേലും എടുത്തോ. സിംഹാസനം പോയിക്കൊള്ളട്ടെ, കിരീടം പോയിക്കൊള്ളട്ടെ, ചെങ്കോല് പോയിക്കൊള്ളട്ടെ, രാജത്വം പോയിക്കൊള്ളട്ടെ. ഐ ഡോണ്ട് മൈൻഡ്, ബട്ട് ഡു നോട്ട് ടേക്ക് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. എന്ത് നഷ്ടപ്പെട്ടാലും നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമുക്ക് 2 കാര്യം കൂടെ കൈമാറ്റിയിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ അറിയാവുന്ന വാക്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുക്കണം. പ്രൈസ് ഗോഡ്. നമ്മളങ്ങ് എൻ്റെ മോളെന്നും പറഞ്ഞാൽ എന്തോ ഒരു ബഹളമെന്നറിയാം. സ്തോത്രം. അതിനെന്തോ ഒരു പിടിവാശിയെന്നറിയാമോ? വിട്ടുകൊടുക്കണം. ആർക്ക് കൊടുക്കണം?
പ്രാർത്ഥിച്ച് ഹന്ന, നമുക്ക് കഥയൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കഥകളാണ്. ഹന്ന ഇപ്പം പിന്നെ ആലയത്തിൽ വന്ന് ഏലി പുരോഹിതന് മുന്നിൽ നിൽക്കുകയാണ്, പറയുകയാണ്, ഞാൻ ഈ ബാലനായിട്ട് ഐ ഹാവ് നോ ഡൗട്ട്. ചിലർക്കൊക്കെ കുഞ്ഞുങ്ങളെ കുറച്ച് കഴിയുമ്പം ചില പിള്ളേരൊക്കെ ഇവിടെ എനിക്കറിയത്തില്ല, ഞാനൊരു വീട്ടിൽ ചെന്ന് കയറുന്ന ഉടനെ അല്ലെങ്കിൽ ഈ വാതിക്കുന്നുണ്ട് അമ്മച്ചി ഭയങ്കര ബഹളമാണ്. എന്തൊരു ബഹളമെന്ന് പറയുക, ഭയങ്കര ബഹളമാണ്. കുഞ്ഞിനെ എടുത്തിട്ട് ചവിട്ടുവാണ്. അടിയെന്ന് പറഞ്ഞാൽ വടിയും കൊണ്ട് അടി. നാട്ടിലാണ് കേട്ടോ, പണ്ട് കാലത്ത് അടിക്കണം. അന്നൊരു ചെറിയ ഉപദേശമായിട്ട് കിടക്കുന്ന സമയം അടിക്കുകയാണ്. എന്തിനാ അടിക്കുന്നറിയാവോ? എന്തൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഞാൻ ചെന്നെ പറയാ, ഉപദേശി പോയിട്ട് നിനക്ക് ബാക്കി തരാമെന്ന്. കാരണം പുള്ളിക്ക് അടിച്ചിട്ട് എന്തോ ആയിട്ടില്ല, പുള്ളിക്കാരിക്ക് അടിച്ചിട്ടും ഉറക്കെ പറഞ്ഞിട്ടുണ്ട്, മതിയായിട്ടില്ലെന്നാണ് പറയുന്നത്. അടിച്ചിട്ടും മതിയായിട്ടില്ല, പിന്നെ ഒരു ബ്രേക്ക് എടുക്കണം ആരും വന്നുകൊണ്ട്. അപ്പോൾ ആ കൊച്ചിനെന്തായിരിക്കും ആഗ്രഹിച്ചത്? ഉപദേശി വീട്ടിൽ നിന്ന് പോകരുതേ എന്ന്. സ്നേഹം കൊണ്ടായിരിക്കും. തെറ്റെന്താണെന്ന് പറയുന്നൊന്നുമില്ല, ചെറിയ നിസ്സാര കാര്യമാണ്. അപ്പോൾ നമുക്ക് വിചാരം ഇത് നമ്മുടെ ആണെന്നുള്ള ഇതൊക്കെ അങ്ങനെയുള്ള ധാർഷ്ട്യം, ഭർത്താവ് ഭാര്യ ഭരിക്കാൻ തുടങ്ങുന്നത്, ഭാര്യ ഭർത്താവിനോട് ഡിമാൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ എന്തോ നമ്മുടെ പൊസഷനാണെന്നുള്ളൊരു ധാരണമാണ്. അല്ല ദൈവമക്കളെ, പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ട് ചൂണ്ടി പറയാണ്, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ്. ഈ ബാലന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞിനെ നോക്കിയും മാതാപിതാക്കൾ പറയണം, ഇത് പ്രാർത്ഥനയുടെ മറുപടി അവിടെ നടക്കുന്നു. ആക്സിഡൻ്റൽ ബർത്ത് അല്ലെന്ന്. ഇറ്റ്സ് നോട്ട് ഹാപ്പൻ ബൈ ആക്സിഡൻറ്റ്. ഇത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. മാതാപിതാക്കളെയും മക്കളെയും കുഞ്ഞുങ്ങളെയും മരുമക്കളെയൊക്കെ നോക്കി ഇങ്ങനെ പറയാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. അയ്യോ പാസ്റ്റർ, മക്കളെക്കുറിച്ചൊക്കെ വേണം ഞങ്ങൾ അങ്ങനെ പറയാം, മരുമോളെക്കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു മരുമോളാണെന്ന് ഓർത്താൽ മാത്രം മതി, അവിടെ പ്രശ്നം തീരും. ഇന്നലെ പറഞ്ഞിറങ്ങി ഇവിടെയാണോ പറഞ്ഞതില്ല, എവിടെ സഭയിലാണ് പറഞ്ഞിറച്ച്, SLC ബുക്കിൻ്റെ കാര്യം ഇവിടെയാണോ പറഞ്ഞു, ഇവിടെ പറഞ്ഞില്ലയോ? എന്നാൽ പിന്നെ കേട്ടോ, നമ്മൾ ഈ പിള്ളേരെയും അതിന് ഗ്രേഡ് കുറഞ്ഞത് നമ്മൾ വഴക്കുണ്ടാക്കുമല്ലോ. നിനക്കെന്താടാ A+ ഇല്ലാത്തത്? എല്ലാവർക്കും അപ്പുറത്തിരിക്കുന്ന സൂസിക്കുണ്ടല്ലോ, ബോബിക്കുണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട് A+, നിനക്ക് മാത്രം എന്താ ഇല്ലാത്തത്? അപ്പോൾ ഒരു പയ്യൻ തിരിച്ചു ചോദിച്ചു, മമ്മിക്ക് 10ാം ക്ലാസ് എത്ര മാർക്കുണ്ടായിരുന്നു? അതോടെ പ്രശ്നം തീർന്നാ വീട്ടിൽ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെല്ലാം കൊണ്ട് നോക്കണം, മമ്മിയെ നോക്കണ്ട, എല്ലാവരും എന്നെ നോക്കിയാൽ മതി. ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് ആ പഴയ നമുക്കൊക്കെ ബുക്കായിരുന്നു SLC, ഓർമ്മയുണ്ടോ അതൊക്കെ? ഇപ്പോഴാണെങ്കിൽ ചുമ്മാ പിള്ളേർക്ക് ഒരു പേപ്പറിലാണ് കൊടുത്ത് വിടുന്നത്, ഡിപ്ലോമ എന്നൊക്കെ വേണം. ഞങ്ങൾക്കൊക്കെ ബുക്കായിരുന്നു. ഞങ്ങൾ പ്രീഡിഗ്രിയാണ് പഠിച്ചത്, അല്ലാതെ +2 ഒന്നുമല്ല പഠിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്തല്ലെങ്കിൽ ഒരു ബുക്ക് നിറച്ച 8ാം ക്ലാസ് തൊട്ട് പഠിച്ച സകല മാർക്കും എന്തെല്ലാം കളറ്, ചുമപ്പ് കളറ്, ഗ്രീൻ കളറ്, ബ്ലൂ കളറ്, ബ്ലാക്ക് കളറ്, എന്തെല്ലാം നിറത്തിലുള്ള ബുക്കാണ് ഞങ്ങളുടെ ഇരിക്കുന്നറിയാമോ? വളരെ സന്തോഷം. ക്രൈസ്തല കടലിയ. എന്നിട്ട് അവസാനം ഒരു മോഡറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം കൂടെ ചേർത്തിട്ട് ഉന്തിത്തള്ളി അടുത്ത ക്ലാസ്സിലൂടെ കയറ്റി വിടും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അതിനാ കൃപയെന്ന് പറയുന്നത്. സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള നമ്മളായി പിള്ളേരുടെ മണ്ടയ്ക്ക് എന്തിനു പോകുന്നത്? ക്രൈസ്തലടല്ലിയ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പറഞ്ഞു വന്ന സാഹചര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു പറയണം. അല്ലല്ലേ, അതും മരുമക്കളോ മക്കളെന്നോ അമ്മായിപ്പനെന്നോ വ്യത്യാസമൊന്നും കാണാൻ പാടില്ല. ഒറ്റ വ്യത്യാസം നമുക്കുള്ളൂ, പാപിയാണോ ദൈവമക്കളാണ്, ആ കണ്ണിലോ എല്ലാവരെയും കാണാവും. അപ്പോൾ പറയും, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അവകാശം കൈമാറുകയാണ്. ഇത് ദൈവം തന്ന മകനാണ്. ഹന്ന പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, ഇനി ഇത് ശ്രദ്ധിച്ചോണം, ഈ പദം കൂടെ സഭയുടെ ആവശ്യമായതുകൊണ്ട് പറഞ്ഞോണം. പ്രാർത്ഥിക്കാൻ വന്നത് എനിക്കൊരു മകനില്ലെന്നും പറഞ്ഞ് വേദനയോടെ എവിടെ വന്നത്? പള്ളി പ്രാർത്ഥിക്കാൻ വന്നത്. പെണ്ണിനെ അവിടെ കിടക്കട്ടെ, പവത്താൻ അവിടെ കിടക്കട്ടെ, കയറി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ പള്ളിയിൽ ഉപദേശിയില്ലെന്ന്. അവിടെ വന്നപ്പോൾ ഏലി കള്ളടിച്ചിട്ട് ഇരിക്കുന്ന മക്കളെ കണ്ടിങ്ങനെ ജീവിക്കുകയാണ്. ഏലിയുടെ മക്കളെ ലൊഫിനിയും ഫീനഹാസും ഒക്കെ ഇങ്ങനെ തകർന്ന് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഹന്നായിക്ക് മനസ്സിലായി, ആലയത്തിൽ ശുശ്രൂഷയില്ല, അതുകൊണ്ട് എനിക്ക് മോൻ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ദൈവം ഒരു തലമുറയെ തന്നാൽ ഈ ആലയത്തിൽ ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻജിനീയറും ഡോക്ടറും അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ നേഴ്സോ ചാർട്ടേഡ് അക്കൗണ്ട് ആരും ആയിക്കൊള്ളട്ടെ, എൻ്റെ കുഞ്ഞ് ദൈവസഭയ്ക്ക് ഗുണപ്പെടണം. അങ്ങനെ വളർത്തി. റെയർ യുവർ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ അങ്ങനെ വേണം വളർത്താൻ. ഫറവോൻ്റെ പുത്രി യോക്കബദിനോട് പറഞ്ഞത്, മോശയുടെ അമ്മയോട് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നിയോഗം അല്ലേ. റെയർ ദിസ് ചൈൽഡ് ഫോർ മീ, ഐ വിൽ റിവാർഡ് യു. കുഞ്ഞുങ്ങൾ വളർന്ന് വന്നിട്ട് എന്നെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആരും സ്വപ്നം കലർന്ന് കുഞ്ഞുങ്ങളെ വളർത്തരുത്. നിങ്ങളെ അവർ നോക്കത്തുപോലുമില്ല. ആ കാര്യത്തിൽ ഇന്നത്തെ പ്രശ്നം അങ്ങ് മാറിയല്ലോ. ഇവൻ വളർന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഇവൻ്റെ കൈയും കാലും വളർന്ന് വന്നിട്ട് വേണം എനിക്കൊന്ന് റിട്ടയർമെൻറ്റ് എടുക്കാൻ. നിങ്ങളങ്ങനെ സ്വപ്നമൊന്നും കാണണ്ട. അവൻ്റെ സ്വന്തം കാലം പോലും നിൽക്കാനുള്ള പ്രാപ്തി അവൻ കണ്ടുപിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ ദൈവം പ്രതിഫലം തരും. അല്ലല്ലേ, ഫറവോൻ്റെ പുത്രി അമ്മയോട് പറയുകയാണ്, നീ ഇവനെ വളർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു തന്നാട്ട് ഇവൻ നിനക്ക് ശമ്പളം തരുമെന്നല്ല, ഞാൻ നിനക്ക് പ്രതിഫലം തരും. അർത്ഥം, നീ ആർക്കു വേണ്ടി തലമുറയെ വളർത്തുന്നോ ആ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും.
മക്കൾ യഹോവ തരുന്ന ദാനം ഉദരഫലം പ്രതിഫലമായി മാറുന്നത്. അങ്ങനെ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എൻ്റെ കുഞ്ഞിനെ വളർത്തിയതിൻ്റെ പേരിൽ മക്കളല്ല, ദൈവം എനിക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ. ദൈവസഭ അത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ മാതാവ് പ്രാർത്ഥിക്കുക, ഈ കുഞ്ഞ് ഹല്ലേലൂയ എൻ്റെ വീട്ടിൽ വളരുന്നതിനെക്കാട്ടിൽ ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇവൻ ദൈവസഭയിൽ വളരണം. 3 വർഷമോ 5 വർഷമോ കഴിഞ്ഞ് ഹല്ലേലൂയ പാല് കുടിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞപ്പോൾ മടക്കി ആലയത്തിൽ കൊണ്ടുവന്നിട്ട് സഭായോഗം കൂടുന്ന ഒരു ചിത്രം അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്, എങ്ങനെ വർഷിപ്പ് ചെയ്യണമെന്ന്. നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ് ഒന്നും ഇത് പറയാറില്ല. അടുത്ത പ്രാവശ്യം ജോബിന് ഇത് പറയണം എവിടെയെങ്കിലും കേട്ടോ. എങ്ങനെ ദൈവത്തെ ആരാധിക്കേണ്ടത്, കൊടുത്തിട്ട് ആരാധിക്കണം. സ്തോത്രാഴ്ചയിട്ടിട്ട് കൈയടിക്കണമെന്ന് പറഞ്ഞ് ക്രൈസ്തലാണ്. നമ്മൾ സ്തോത്രാഴ്ച പാട്ട് പാടി നമുക്കൊരു ഒക്കെ പറഞ്ഞാട്ട് സ്തോത്രാഴ്ച കൂടെ പാട്ട് പാടാറുണ്ടോ? എന്തിനാണ് പാട്ട് പാടുന്നത്? അത് നാട്ടിലെ ഭിക്ഷക്കാരുടെ ജോലിയാണ് പാട്ട് പാടി സ്തോത്രാഴ്ച എടുക്കുന്നത് അല്ലേ? വീടിൻ്റെ വാതൊക്കെ വന്നുകൊണ്ട് അമ്മ അയ്യ എന്നൊക്കെ വിളിക്കും. നമുക്കൊരു ശീലമുണ്ട്. മലയാളികൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല. പാട്ട് പാടിയാലേ കാശ് കൊടുക്കത്തുള്ളൂ. പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് അത് ഓത്താഴ്ച കൊടുക്കും. എന്തിനാണ്? അന്നത്തെ കാലത്ത് മുണ്ടിൻ്റെ മടിക്കുത്തിലാണ് ഈ പൈസ വെക്കുന്നത്. ഇത് എടുക്കാനുള്ള സൗകര്യത്തിലാണ് എഴുന്നേപ്പിച്ച് നിർത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണരുത്, സീരിയസ് ആയിട്ട് എടുക്കണം. വീട്ടിൽ നിന്ന് എന്തും കൊടുക്കാൻ ഒരുങ്ങി വരണം. ഇവിടെ ഒരു മാതാവ് നോക്ക്, ഒരു കാളക്കുട്ടിയെ 3 വയസ്സുള്ളൊരു കാളക്കുട്ടിയെ ഒരു പറ മാവും കൊണ്ട് ആലയത്തിൽ വന്നിട്ട് പറഞ്ഞു, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ്. ഇവനെ ദൈവം എനിക്ക് തന്നു, മടക്കി ഞാൻ തിരിച്ചു തരിക, അവകാശം കൈമാറണം. ഹല്ലേലൂയ. വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് ചൂണ്ടി പറയണം, ഇത് ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ഇവനെ വളർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞുങ്ങളോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയാൽ അവൻ്റെ മേൽ നിന്ന് ദൈവത്തിൻ്റെ കണ്ണെടുക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലിരിക്കും. നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം ചെരിപ്പൂരി ദൈവത്തിന് കൈമാറുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ അനുഗ്രഹം ദൈവത്തിന് കൈമാറിയാൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരിക്കും. ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ ശമൂവേൽ അറിയപ്പെടും. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനങ്ങളും നിഷ്ഫലമാകുകയില്ല. കാരണം ഇത് ദൈവത്തിന് നിവേദിതം. ഹി ഈസ് ഡെഡിക്കേറ്റഡ് ആൻഡ് കോൺസിക്രേറ്റഡ് ടു ദ ലോർഡ് ടിൽ ഹിസ് ലൈഫ് ടൈം എന്ന് പറയുവാൻ ഇന്ന് പകൽ തീരുമാനമെടുത്താട്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഷീ വർഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഷീ വർഷിപ്പ് ദ ലോർഡ്. എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തിട്ടാണ്. എനിക്ക് തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വർഷിപ്പ് അവസാനം വെക്കാം. ആരംഭത്തിൽ വെക്കണ്ട, എല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗമൊക്കെ കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രാഴ്ചയൊക്കെ ഏറ്റവും ഘനമുള്ള നിശബ്ദ സ്തോത്രാഴ്ചയൊക്കെ ഇട്ടിട്ട് അവസാനം ഇവിടെ എല്ലാവരും കൊടുക്കുന്നവരെ ഞാൻ നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. ആണെങ്കിൽ അത് ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് ഏറ്റവും നല്ലത് കൊടുത്തിട്ട് ഷീ വർഷിപ്പ് ദ ലോർഡ് ദെയർ. എന്നിട്ട് ദൈവത്തെ ആരാധിച്ച് 3 വയസ്സുള്ളൊരു കാളയും ഒരു മോനെയും ദൈവസഭയ്ക്ക് സമർപ്പിച്ചിട്ട് ആ മാതാവ് പാടിയ പാട്ടിന് സ്വർഗം കൈയടിച്ചു എനിക്ക് ഉറപ്പാണ്. എന്ന പകൽക്കാലമല്ലി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിങ്ങളെ ആവോളം ചെയ്യണം. ഭൗതികമായിട്ടാണേലും ശരീരം കൊണ്ടാണേലും മനസ്സുകൊണ്ടാണേലും വാക്കുകൊണ്ടാണേലും സഭയ്ക്ക് കൊടുക്കാവുന്ന നിങ്ങളുടെ സമ്പത്തുകൾ മുഴുവൻ ഇന്ന് പകൽക്കാലം കൈമാറണം. എന്നിട്ട് ദൈവത്തെ ആരാധിക്കണം. സോ നമ്മുടെ കുഞ്ഞുങ്ങളെ അവകാശം ദൈവമാണ്. ഇതെൻ്റെ മകൻ, എൻ്റെ മകളെന്ന് പറഞ്ഞ് മസിൽ പിടിക്കാതെ ഇത് ദൈവത്തിൻ്റെ വകയാണ്, ഇത് ദൈവത്തിൻ്റെ വകയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇനി നമ്മൾ ദൈവത്തിന് കൈമാറേണ്ടത് അല്ലേ 1 പത്രോസ് 5:7 വാക്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലും അതുകൂടെ അങ്ങോട്ട് കൊടുത്തേക്കണം. ചിന്തയെല്ലാം ആരുടെ മണ്ടക്കോട്ടിടണം. ഒരാൾ വന്ന് ചോദിക്കുകയല്ലേ, കുഞ്ഞ് ഭാരപ്പെടുമൊന്നും വേണ്ട, നിൻ്റെ സകല എവരി ആങ്സൈറ്റി ആരുടെ മേലിട്ടാട്ടെ, എൻ്റെ മേൽ. ഇന്ന് പകൽക്കാലം ഒരു ചിന്തയെല്ലാം അങ്ങോട്ട് ദൈവത്തിൻ്റെ മുകളിലോട്ടൊക്കെ വെക്കാൻ റെഡിയാണ്. നമ്മളിത് കൊടുക്കത്തേ ഇല്ല, വെച്ചുകൊണ്ട് നടക്കുക. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം പറഞ്ഞു, കർത്താവ് ഈ വിഷയത്തിന് വേണ്ടി 21 ദിവസം എന്തോ ഇരിക്കാൻ പോവുക, ഉപവാസം ഇരിക്കാൻ പോകും. പക്ഷേ ദൈവം പറഞ്ഞു നീ അതൊന്നും വെച്ചോട്ട് ഭാരപ്പെടുമെന്ന് മടങ്ങി തരാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ചിന്താകലും ഹല്ലേലൂയ അവൻ്റെ മേലിട്ട് കൊടുക്കുക. ഇനി അടുത്തൊരു പദമുണ്ട്, അവൻ തക്ക സമയത്ത്, ഉറക്കെ പറഞ്ഞാട്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ എന്താ ഈ ദൈവത്തിൻ്റെ ബലമുള്ള കൈ എന്ന് പറഞ്ഞാൽ, പുസ്തകമൊക്കെ മടക്കി നിർത്താൻ പോവുക. എന്താ ഈ ബലമുള്ള കൈ എന്ന് പറഞ്ഞാൽ? നമ്മളുടനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന, ചെങ്കടൽ മുറിക്കുന്ന, യോർദാൻ 2 എരിഹോവ് തകർക്കുന്ന, അല്ലല്ലേ മിദ്യാനെ സൈന്യത്തെ ഓടിക്കുന്ന, സിംഹത്തിൻ്റെ വായടയ്ക്കുന്ന, തീയുടെ ബലം കെടുത്തുന്ന ഏതോ വലിയ കൈ ഇങ്ങനെ വരുന്ന കേട്ടാ. ദൈവമക്കളെ, എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ബലമുള്ള കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാ ദൈവത്തിൻ്റെ ബലമുള്ള കൈ.
അവിടെ അടങ്ങി ഒതുങ്ങി ദൈവത്തിൻ്റെ സമയത്ത് കാത്തിരുന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങൾ വായിക്കുന്നു. അവങ്കിൽ നിന്ന് വന്നു സകലതും, അവനാൽ സകലതും അവങ്കിലേക്ക് മടങ്ങുന്നു. ഇറ്റ്സ് എ സൈക്കിളാണല്ലേ. എവറിത്തിങ് ഈസ് ഫ്രം ഗോഡ്, ത്രൂ ഗോഡ് ആൻഡ് ഫോർ ഗോഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മോശ ചെരുപ്പൂരി തൻ്റെ ഹല്ലേലൂയ അവകാശങ്ങളും തൻ്റെ അധികാരങ്ങളും ദൈവതേജസ്സിൻ്റെ മുമ്പാകെ കൈമാറിയതുപോലെ ഒരു സമർപ്പണത്തിനായി എല്ലാ കണ്ണുകൾ അടച്ചാട്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്കിത് പലപ്പോഴും ഹല്ലേലൂയ മനസ്സിലായത് ഒത്തിരി ലേറ്റായിട്ടാണ്. അന്ന് ഞാൻ എന്നെ സമർപ്പിച്ചു. എൻ്റെ കഴിവ്, എൻ്റെ മിടുക്കുമൊക്കെ കർത്താവെ ഒരു കഴിവുമില്ല എന്ന് സമ്മതിക്കുവാൻ തുടങ്ങി. നമ്മുടെ മിടുക്കുകൊണ്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്താൽ ഐ കനോട്ട് സോൾവ് എനി ഓഫ് ദി ഇഷ്യൂസ് ഇൻ ദ ചർച്ച് ഓർ ഐ കനോട്ട് ഡു എനിത്തിങ് ഫോർ ദ ഫാമിലി വിത്ത് മൈ ഓൺ എബിലിറ്റി. ചിൽഡ്രൻ, ഓൾഡർ വൺ, മിനിസ്റ്റേഴ്സ്, sisters and brothers, family, whatever may be the challenges you go through, make a commitment this morning. I surrender, absolutely submit everything. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവം മുമ്പാകെ എത്ര പേരത് സമർപ്പിക്കും? എന്തെങ്കിലും തരത്തിൽ ഞാൻ എന്ന ഭാവം എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാനല്ല കർത്താവേ, ക്രിസ്തുവാണ് എന്നിൽ വളരേണ്ടത്. എവിടെങ്കിലും എൻ്റെ മിടുക്ക് ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പേ പരാജയമാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളൊരു മന്ദബുദ്ധിയാണെന്നല്ലല്ലോ ഈ പറഞ്ഞത്. ദൈവസന്നിധിയിലെ കാര്യമായി പറഞ്ഞു വരുന്നത്. മനുഷ്യരുടെ മുമ്പാകെ ദൈവം നിങ്ങളെ ആദരിച്ചോളും. അല്ല, ദൈവം നിങ്ങളുടെ തല ഉയർത്തും. അതൊക്കെ ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവമക്കളെ, നമ്മളതിനുവേണ്ടി ഒന്നും അധ്വാനിക്കേണ്ട. ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ ഇന്ന് പകൽക്കാല ഹൃദയത്തിനകത്തുനിന്ന് ആ പിടിവാശികളെല്ലാം മാറ്റിയിട്ട് എന്താ ദൈവത്തിന് ഇന്ന് രാവിലെ റിലീസ് ദാറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ആ പിടിച്ചു വെച്ചിരിക്കുന്ന സകലതും ഒന്ന് ദൈവസനിലേക്കൊന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. എവരിവൺ ഓൺ യുവർ ഫീറ്റ്, യങ് ആൻഡ് ഓൾഡ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്നു ഇന്ന് വരെ വിട്ടുകൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ. I thought because of my eloquency, because of my fluency, I will be able to solve many of the issues. No, I am not. മോശെ, നിന്നെക്കൊണ്ട് പറ്റത്തില്ല. 600,000 കുടുംബങ്ങളെ പുറത്തിറക്കി കൊണ്ടുപോകേണ്ട നീ നിൻ്റെ മിടുക്ക് കൊണ്ട്, ഒരു വടിയുടെ പ്രാപ്തി കൊണ്ട്, കൈയുടെ മസിൽ കരുത്ത് കൊണ്ട് നടത്താമെന്ന് വെച്ചാൽ നിനക്ക് തെറ്റി. ഹാൻഡ് ഓവർ, ഹല്ലേലൂയ, ദാറ്റ് വിത്ത് മീ. അതിന്ന് രാവിലെ എനിക്ക് കൈമാറിയാട്ട്.